ഹലോ. നമുക്ക് ഇന്ന് 12-ാം തീയതി നടന്നിട്ടുള്ള KSEB സബ് എഞ്ചിനീയറും അതുപോലെ തന്നെ 𝗕𝗢𝗖𝗪 കമ്പൈൻഡ് ആയിട്ട് നടത്തിയ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സെക്കൻഡ് സെറ്റ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കോർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്നായിരുന്നു പൊതുവെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് വന്നിട്ടില്ല. ന്യൂമറിക്കൽസ് ഉണ്ടായിരുന്നതും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ PYQ ഡിസ്കഷന്റെ ഒക്കെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ന് എ കോഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതിൽ 50 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ സെഷനിലുള്ളത്. അതായത് കോർ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് കാണാനുള്ളത്. ഓരോ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. From what distance from the base along the vertical axis is the center of gravity of a right circular solid cone? ഇത് നമ്മുടെ PYQ ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഇതേ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇവിടെ സോളിഡ് കോണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. സോളിഡ് കോൺ ആയിരുന്നെങ്കിൽ ഹോളോ കോൺ ആയിരുന്നെങ്കിലും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സോളിഡ് കോൺ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് താഴെയായിരിക്കും, അല്ലെങ്കിൽ h/4 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലായിരിക്കും സോളിഡ് ആണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഹോളോ ആയിരുന്നെങ്കിൽ h/3 വരിക. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അല്ലെങ്കിൽ h/4 ആണ് ശരി ഉത്തരമായിട്ട് കാണും. നെക്സ്റ്റ്, if m less than 2j minus 3 where m is the number of members and j is the number of joints, then the frame is a redundant frame, perfect frame, deficient frame, rigid frame. സ്ട്രക്ചർ അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ചോദ്യമാണ്. സ്ട്രക്ചർ അനാലിസിസ് നമ്മുടെ സിലബസിൽ കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ട്രസ്സിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് m is equal to 2j minus 3 എന്നതാണ് ഒരു പെർഫെക്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് m minus 2j minus 3-നെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ട്രസ് എന്ന് പറയാറ്. ഇൻഡിറ്റർമിനേറ്റ് ട്രസ് എന്നും. അതിനർത്ഥം m ലെസ് ദാൻ 2j മൈനസ് 3 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനെയാണ് നമ്മൾ ഡെഫിഷ്യന്റ് ഫ്രെയിം അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ട്രസ് എന്ന് പറയാറുള്ളത്. m ലെസ് ദാൻ 2j മൈനസ് 3 എന്ന് പറയുന്നത് ഡെഫിഷ്യന്റ് ഫ്രെയിം ആണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി DS എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന സമയത്താണ് നമ്മൾ അതിനെ ഡെഫിഷ്യന്റ് ഫ്രെയിമുകൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diameter of a circular plate is 20 centimeter. What will be its radius of gyration? നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ പല ആപ്ലിക്കേഷൻസിലും നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉപയോഗിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. R എന്നാണ് മെൻഷൻ ചെയ്യാറ്. R is equal to √I/A. I എന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? 5/4 d⁻⁴ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ, 5/64 d⁻⁴. ഏരിയ എന്ന് പറയുന്നത് 5/4 d² ആണ്. ഇവിടെ നമുക്ക് പൈ ക്യാൻസൽ ചെയ്ത് കളയാം, 4 ക്യാൻസൽ ചെയ്ത് കളയാം, 16 വരും. d² ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിന്റെ ഹോൾ റൂട്ട് അഥവാ √d²/16 ആണ് ബാക്കി നിൽക്കുക, അല്ലെങ്കിൽ d/4 ആണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാതെ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മുഴുവനായിട്ട് കണ്ടുപിടിച്ച് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലെ ഷോർട്ട് ആക്കിയ ശേഷം d/4 അഥവാ 20/4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 സെന്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഓപ്ഷൻ A ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് വരുന്നത്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ്, the mass of a solid sphere is 2 kg and its radius is 10 centimeter. Its moment of inertia about the central axis is. ഇവിടെ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്പിയർ. സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താണ്? പലർക്കും ഓർമ്മ നിൽക്കാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ ഇത് തെറ്റാൻ സാധ്യതയുള്ളൂ. കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്.
ഇക്വേഷൻ 2/5 mr² എന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/5 ഇൻറ്റു മാസ് 2 കിലോഗ്രാം തന്നിട്ടുണ്ട്. റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റിൽ, ഇവിടെ എല്ലാം മീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്, അപ്പോൾ അത് മീറ്ററിലേക്ക് മാറ്റാം. അതായത് 0.1² ഇവിടെ 4/5 എന്ന് വരും, അഥവാ 0.8 ഇൻറ്റു 0.1² ആണ്. അഥവാ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.008 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നതാണ് മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ ലഭിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് കാണാവുന്നത്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു യൂണിറ്റ് കൺവേർഷനും അതുപോലെ തന്നെ ഇക്വേഷൻ ഒന്ന് മെമ്മറൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റും ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ തന്നെ മറ്റൊരു ചോദ്യം. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ZZ which is perpendicular to x and y is. ഇത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ തന്നെ ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്. 3 സെറ്റ് ഓഫ് ആക്സിസ് ഉണ്ടെങ്കിൽ, എക്സ് വൈയും സെഡ് എന്ന് പറയുന്ന 3 ആക്സിസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം IZZ is equal to IXX plus IYY. ഇതിനെയാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതുപോലെ തന്നെ ഈ IZZനെയാണ് നമ്മുടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നെല്ലാം പറയുന്നത്. സോ ഇവിടെ എന്താണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ? വീണ്ടും ഇത് ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ഒന്നും ഭാഗങ്ങളൊന്നും സിലബസിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ കുറച്ച് ഭാഗങ്ങൾ പറയുന്നത് കൊണ്ടും, അതുപോലെ PSC അങ്ങനെ കൃത്യം സിലബസ് വേണം അല്ലെങ്കിൽ സിലബസിന് പുറത്തൊന്നും ചോദിക്കില്ല എന്ന് പറയുന്നില്ല. പലപ്പോഴും അതിന്റെ താഴെ ചെറിയൊരു വരിയായിട്ട് എനി അതർ ടോപ്പിക്സ് റിലേറ്റഡ് ടു ദി സബ്ജക്ട് മാറ്റർ ഇൻക്ലൂഡ് ചെയ്യാമെന്ന രീതിയിലാണ് PSC പറയാറുള്ളത്. ഇത് ഒരു AE ലെവലിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആക്ച്വലി പ്രിൻസിപ്പൽ പ്ലെയിനുകളും മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു ബോഡി, അതിപ്പോൾ എന്തൊരു സാധനം ആയിക്കോട്ടെ, അതിന് മാക്സിമം നോർമൽ സ്ട്രെസ് കിട്ടുന്ന ഒരു പ്ലെയിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നും, മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്ന പ്ലെയിനെയാണ് നമ്മൾ മാക്സിമം ഷിയർ പ്ലെയിൻ എന്നും പറയുന്നത്. അതിൽ കൂടുതൽ ടെക്നിക്കലിലേക്ക് കിടക്കുന്നില്ല. ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 45 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് ആക്ച്വലി ഒരു പ്രൂഫിലൂടെ പ്രൂവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മോർ സർക്കിൾ ഉപയോഗിച്ചുകൊണ്ടും കണ്ടുപിടിക്കാവുന്നതാണ്. പല രീതികളിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണെങ്കിലും നമുക്ക് 45 ഡിഗ്രി എന്നാണ് കിട്ടുക. ഇക്വേഷനിലേക്ക് നമ്മൾ പോകാത്തത് കുറച്ചുകൂടെ AE ലെവലിലേക്കും AP ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്താണ് കൂടുതലായിട്ട് ആ ഭാഗത്തു നിന്നുള്ള കാൽക്കുലേഷൻസും ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇക്വേഷൻ എങ്ങനെയാണ് വരിക? tan 2θp is equal to 𝜏xy divided by σx minus σy/2. അതുപോലെ tan 2θs is equal to σx minus σy/2 whole divided by 𝜏xy. ഈ രണ്ട് ആംഗിളുകളുടെ സ്ലോപ്പുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് tan 2θp ഇൻറ്റു 2θs is equal to -1 എന്ന് കിട്ടും. അതിനർത്ഥം അവ 90 ഡിഗ്രിയിലാണെന്നുള്ളതാണ്. അപ്പോൾ 2θp ആൻഡ് 2θs എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ θp ആൻഡ് θs വിൽ ബി ഇൻ 45 ഡിഗ്രി. അങ്ങനെയാണ് നമുക്ക് രണ്ട് പ്ലെയിനുകൾക്കിടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി എന്ന് ലഭിക്കുന്നത്. Next, for a column, the ratio of least unsupported length to the smallest radius of gyration of the cross-section area is called Euler ratio, Poisson's ratio, column ratio, slenderness ratio. ഇവിടെയും നമ്മൾ ഈ ടേം ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ പോലും അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നതാണ്. ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ അല്ലെങ്കിൽ ലാംഡ എന്ന് പ്രസന്റ് ചെയ്യുന്നു. ഈ സ്ലെൻഡർനെസ് റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് കോളത്തിന്റെ ഡിസൈനിലെ പല ക്രൈറ്റീരിയാസ് എല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ ഡി സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ലെങ്ത് ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ പറയും. നെക്സ്റ്റ്, അറ്റ് ദി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ bending moment is maximum, bending moment changes sign, shear force changes sign, shear force is maximum. സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പോളിടെക്നിക് ലെക്ചറിലും കണ്ടിരുന്നു. ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിൽ എവിടെയെല്ലാമാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഉള്ളത് എന്നായിരുന്നു ചോദ്യം. അപ്പൊ അതിന് വീണ്ടും നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് തന്നെയാണ് വരേണ്ടത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം. ഒന്നെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ്
സൈൻ ഇല്ലെങ്കിൽ കർവേച്ചർ ചേഞ്ചസ് ഡയറക്ഷൻ. ഒന്നെങ്കിൽ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് ഹോഗിങ്ങിൽ സാഗിങ്ങിലേക്കോ പോകുന്ന പോയിന്റിനെയാണ് നമ്മൾ ബെൻഡിങ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, രണ്ട് രീതിയിലും പറയാറ്. ഒരിക്കലും അത് 0 ആകുന്ന സ്ഥലത്തല്ല. എന്താ ആ രീതിയിലായിരുന്നു പോളി ലെക്ചറിന് ചോദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ദി യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഇസ് അറൌണ്ട്. വളരെ ബേസിക് ആയിട്ട് എല്ലാവരും ശരിയാക്കുന്ന ചോദ്യം തന്നെയായിരിക്കും. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ, 200 GPa. മറ്റൊരു ഓപ്ഷനിലേക്കും പോകേണ്ട പോലും കാര്യം വരുന്നില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2.1 × 10⁵ Nm², എന്നാൽ പലപ്പോഴും നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 200 തന്നെയാണ് എടുക്കാറ്. നെക്സ്റ്റ്, ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ഈസ് കൺവേർട്ടഡ് ടു ഐസോമെട്രിക് ലെങ്ത് ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത്. ഇതും സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻസിലെ ട്രൂ ലെങ്തിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും നമ്മുടെ ഡ്രോയിങ്ങിലെ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കാറുണ്ട്. ഐസോമെട്രിക് ലെങ്ത് ഇസ് ഈക്വൽ ടു 0.82 ടൈംസ് ട്രൂ ലെങ്ത്. ഇക്വേഷനിൽ ആ ഫാക്ടർ അല്ലെങ്കിൽ 0.82 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum frictional force developed in a body when it just starts to slide over another surface is called sliding friction, rolling friction, limiting friction, dynamic friction. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ സ്ലൈഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ഓപ്ഷൻ എ തന്നെ സ്ലൈഡിങ് ഫ്രിക്ഷൻ കാണുന്നുണ്ട്. സോ എയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ ശ്രദ്ധിക്കുക, സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ സ്ലൈഡിങ് എന്ന് പറയുന്നത്. അതായത് സ്ലൈഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ വരുന്നത്. എന്നാൽ സ്ലൈഡിങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ, അതായത് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത്, അതായത് മൂവ്മെന്റ് തുടങ്ങിയിട്ടില്ല, മൂവ്മെന്റ് തുടങ്ങുന്നതിന്റെ അവസാനത്തെ ലിമിറ്റിൽ നിൽക്കുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ളത്. ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് എന്നതിനർത്ഥം ബോഡി എന്ന് പറയുന്നത് ഈസ് അറ്റ് ഇറ്റ്സ് ലിമിറ്റിംഗ് സ്റ്റേജ്. അവിടെ നമുക്ക് കിട്ടുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. നെക്സ്റ്റ്, if a number of coplanar forces acting on a particle are in equilibrium, then algebraic sum of their moments about any point is equal to moment of the resultant force about their same point. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് റൂൾ ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻസ് ലാമീസ് തിയറം, കോഷീസ് തിയറം, ഓയിലേഴ്സ് തിയറം, വേരിഗ്നസ് തിയറം. സോ ഡൗട്ട് ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി വേരിഗ്നസ് തിയറം ആണ് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്താകുമ്പോൾ സം ഓഫ് ഓൾ മൊമെന്റ്സ് അബൌട്ട് എനി പോയിന്റ് ഇസ് ഈക്വൽ ടു 0. അതിനെ തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റു രീതിയിലും പറയാം. സം ഓഫ് എനി ഫോഴ്സസ് ഈക്വൽ ടു സം ഓഫ് ദി റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ദി ഫോഴ്സ്. ഒന്നെങ്കിൽ എല്ലാ ഫോഴ്സിനെയും കമ്പൈൻ ചെയ്ത് റിസൾട്ടന്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ നമുക്ക് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ കമ്പോണൻസിലേക്കും മാറ്റാം. രണ്ടും ചെയ്യാനായിട്ട് സാധിക്കും. വേരിഗ്നൻസ് തിയറത്തിന്റെ രണ്ട് അപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ്, റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് F and 2F which are at an angle of 60 degree apart is. ചെറിയൊരു ചോദ്യമാണ്, പക്ഷെ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇവിടെ രണ്ട് ഫോഴ്സുകൾ വരുന്നുണ്ട്. സോ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R² is equal to P² plus Q² plus 2PQ cos θ. ഇവിടെ P² F എന്ന് എടുക്കാം, Q² ഞാൻ 2F എന്ന് എടുക്കാം, പ്ലസ് 2 × F × 2F cos 60. F² plus 4F² plus 2 × 2F × cos 60 എന്ന് പറയുന്നത് നമുക്കറിയണം. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2F × 2F × 1/2, ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും. എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 4 + 1 5, 5 + 2 7,
അല്ലെങ്കിൽ 7f² എന്നാണ് കിട്ടുക. ഇതാണ് r², അല്ലെങ്കിൽ റിസൾട്ടന്റ് r is equal to √7 into f. നമുക്ക് ഏതായിരിക്കും ഓപ്ഷൻ? ഓക്കെ, എഫ് അല്ല, സോറി, പി ആണ്. ഓപ്ഷൻ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇവിടെ അവർ തന്നെ ചെറിയൊരു ചോദ്യം എഫിൽ തന്നിട്ട് ഓപ്ഷൻ പിയിലാണ് തന്നിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു കോഎഫിഷ്യന്റ് √7 ശ്രദ്ധിച്ചാൽ മതി. ഓപ്ഷൻ എ ആണ് വരിക. നെക്സ്റ്റ്, the moment of the force acting on a body at a distance r from the axis of rotation is represented by. സോ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നാണ് പറയാറ്. എന്നാൽ വെക്ടർ ഫോമിൽ പറയുന്ന സമയത്ത്, വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ മൊമെന്റ് ഒരു വെക്ടറാണ്, ഇസ് ഈക്വൽ ടു ഫോഴ്സ് വെക്ടർ ഇൻറ്റു ഡിസ്റ്റൻസ് വെക്ടർ ആണ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ആർ സൈൻ തീറ്റ എന്നാണ് വരിക. ക്രോസ് പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എഫ് ആർ സൈൻ തീറ്റ എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എം ഇസ് ഈക്വൽ ടു പി ആർ സൈൻ തീറ്റ, അതുപോലെ ഇവിടെ പി ഡോട്ട് ആർ സൈൻ തീറ്റ എന്ന് കാണുന്നുണ്ട്. പി ആർ സൈൻ തീറ്റ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് വർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലേക്ക്, അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് വരിക. ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഇനി PSC ഈ രണ്ട് ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കീ വരുന്ന സമയത്ത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, in third angle projection, the object is imagined to be placed below HP and in front of VP, below HP and behind VP, above HP and in front of VP, above HP and behind VP. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിന്, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിചാരിക്കാം. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെയായിരിക്കും ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ടാവുക. ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും ആണെങ്കിൽ ഇതെന്താണ്? ബിഹൈൻഡ് VP ആൻഡ് അണ്ടർ HP. ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ. ഓപ്ഷൻ ബി, ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് എലിപ്സ്? സോ എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്കൊന്ന് വായിക്കാം. The sum of distances from two focuses and any point on the ellipse is constant. ഇത് തികച്ചും ശരിയാണ്. അങ്ങനെയാണ് എലിപ്സ് നമ്മൾ വരയ്ക്കുന്നത്. എലിപ്സിന്റെ രണ്ട് ഫോക്കസ് ഉണ്ടെങ്കിൽ എലിപ്സിന്റെ ഏത് പോയിന്റ് എടുത്താലും ഇത് രണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ എക്സെൻട്രിസിറ്റി <1, അതും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. If a plane cuts a cone parallel to its axis, then the section obtained is an ellipse. അതൊന്ന് ചിന്തിക്കാം നമുക്ക്. ഇങ്ങനൊരു കോണുണ്ട്. ഈ കോണിനെ നമ്മൾ പാരലൽ ടു ദി ആക്സിസ്, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ആണ്. സെന്ററിനോട് പാരലായിട്ട് നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈപ്പർബോള ഷേപ്പാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. അതിനെയാണ് നമ്മൾ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഒരിക്കലും എലിപ്സ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. എലിപ്സ് കിട്ടണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണം? ഇൻക്ലൈൻഡ് ടു ഇറ്റ്സ് ബേസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇൻക്ലൈൻഡ് ടു ഇറ്റ്സ് ബേസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ സി ആണ് ഓപ്ഷൻ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. സോ ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ സി ആണ്. ഡി എന്ന് പറയുന്നത് അതിന്റെ ഡയറക്റ്റ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ദ ഡയമെൻഷൻ ഓഫ് A3 സൈസ് ഡ്രോയിങ് ഷീറ്റ്. ഇവിടെ നമ്മൾ എപ്പോഴും ഡ്രോയിങ്ങിൽ പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റയാണ് A0 മുതൽ
പല ഡ്രോയിങ് ഷീറ്റുകളുടെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ A3 ഷീറ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ 240/330, ഓപ്ഷൻ ബി 297/420. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്, 297/420. മറ്റു ഓപ്ഷൻസിലേക്കൊന്നും നമുക്ക് പിന്നെ കണ്ണ് പോകേണ്ടതില്ല. നിങ്ങളെല്ലാവരും ശരിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. The projection line in orthographic projections are parallel to each other, perpendicular to each other, inclined at 45 degree, inclined at 60 degree. So orthographic projection ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് പ്രൊജക്ഷൻ. ഒരു ബോഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്നും പാരലൽ ലൈൻസ് വരച്ച് അത് HP ആയിട്ടോ VP ആയിട്ടോ ടച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിലേക്ക് നമ്മൾ മാറ്റി വരയ്ക്കുന്നതിനാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ പ്രൊജക്ഷൻ ലൈൻസും എന്താണ്, ഒന്നിനൊന്ന് പാരലൽ ആയിരിക്കും. എല്ലാ പ്രൊജക്ഷൻ ലൈൻസും ഒന്നിനൊന്ന് പാരലൽ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Next, the development of a right cylinder of diameter 50 mm and height 60 mm gives a lateral surface of. ഒരു കോണുണ്ട്, ഒരു സിലിണ്ടർ ആണുള്ളത്. സിലിണ്ടർ തുറക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എ റോംബസ് ഓഫ് ഈച്ച് സൈഡ് 60 mm, എ സ്ക്വയർ ഓഫ് ഈച്ച് സൈഡ് 60 mm, എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 mm, എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 157 mm ആൻഡ് വിഡ്ത്ത് 60 mm. ഈ സിലിണ്ടറിന്റെ കണ്ടീഷൻസ് നമുക്ക് എഴുതാം. ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 50 mm ആണ്. അപ്പൊ ഈ സാധനം ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ തുറക്കുകയാണെന്ന് വിചാരിക്കുക. തുറന്ന സമയം നമുക്ക് എന്ത് കിട്ടും? ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണ് കിട്ടുക, അല്ലെ? ഈ ഒരു സർക്കിളിനെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് കിട്ടും. ഈ പ്ലേറ്റിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർക്കിളിന്റെ ഈ ചുറ്റളവായിരിക്കും ഈ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താണ്? π × d അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദി സർക്കിളും. ഹൈറ്റിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഹൈറ്റ് 60 mm തന്നെയായിരിക്കും. ഇവിടെ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് പോലും ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ സമയം നഷ്ടമാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകാവുന്നതാണ്. റെക്ടാംഗിൾ ആണ് ഷേപ്പ് വരാൻ പോകുന്നത്. ലെങ്ത് 157 mm, വിഡ്ത്ത് 60 mm. അഥവാ π × d, π × 50 ആണ്. അതായത് 3.14 × 50 ആണ് നമുക്ക് 157 എന്ന് കിട്ടാനായിട്ട് പോകുന്നു. പക്ഷെ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഷേപ്പ് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ ഓപ്ഷൻ ഡിയിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സർഫസ് ഫോഴ്സ്? ഫ്രിക്ഷൻ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ട്രാക്ഷൻ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓപ്ഷൻ എ ഫ്രിക്ഷൻ തീർച്ചയായിട്ടും സർഫസിൽ ഉണ്ടാവുന്ന ഒരു ഗ്രിപ്പിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ രണ്ടും തീർച്ചയായിട്ടും സർഫസ് ഫോഴ്സുകൾ തന്നെയാണ്. ട്രാക്ഷൻ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ സർഫസ് അല്ലെങ്കിൽ രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഒരു ഗ്രിപ്പിനെ തന്നെയാണ് മറ്റൊരു രീതിയിൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ സർഫസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്ത ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അത് റൊട്ടേഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫോഴ്സ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അറിയുന്നതാണ്. അവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓപ്ഷൻ ഡി തന്നെയാണ് അവിടെ ഒരു ഓഡ് വൺ ആയിട്ട് അല്ലെങ്കിൽ സർഫസ് ഫോഴ്സ് അല്ലാതെ വരുന്ന ഫോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ് ഈസ്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന റിലേഷൻഷിപ്പുകളാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് തുടങ്ങുന്ന സമയത്ത് തന്നെ പഠിക്കുന്ന റിലേഷനാണ്. E is equal to 2G × 1 + 𝛎 എന്നതാണ് റിലേഷൻ. മറ്റൊരു റിലേഷൻ E is equal to 3K × 1 - 2𝛎 എന്നതാണ്. ഇവിടെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെന്നുള്ളതല്ലോ. അങ്ങനെയാണെങ്കിൽ G is equal to എത്രയായിരിക്കും? E / 2 × 1 + 𝛎. ഇവിടെ നോക്കിയാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. G is equal to E / 2 × 1 + 𝛎. Next, the stress developed in a brass rod of diameter 10 mm, length 1 meter, having a weight 5 kilogram is. ഇവിടെ
വെയിറ്റ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. ലെങ്ത് 1 മീറ്റർ ആണ്. സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഡ് എന്ന് പറയുമ്പോൾ 5 കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഏരിയ 5/4 ഇൻറ്റു ഇവിടെ ന്യൂട്ടൺ പെർ mm² തന്നിരിക്കുന്നത്. ഇവിടെ കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ ഇവിടെ ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 10 ഇൻറ്റു 10. ഒരു 10 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കിട്ടാൻ പോകുന്നത് 4 മുകളിലേക്ക് പോയാൽ 20/3.14 ഇൻറ്റു 10. വീണ്ടും കട്ട് ചെയ്ത് കളയാം. സോ 2/3.14 എന്നതാണ് നമുക്ക് വരാൻ ഉള്ളത്. 2/3 ആയിരുന്നെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0.66 കിട്ടുമായിരുന്നു. 2/3-നേക്കാൾ കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് പിന്നെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഓപ്ഷൻ എ തന്നെയാണ് ശരിയായിട്ട് വരുന്നത്. 0.625 ആകണം ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, which of the following material does not undergo large deformation before fracture? സോ നമുക്ക് മെറ്റൽസിനെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഡക്ടൈൽ മെറ്റീരിയൽസ് ആണ്. ഡക്ടൈൽ മെറ്റീരിയൽസിനാണ് നമുക്ക് ലാർജ് ഡീഫോർമേഷൻ സാധിക്കുക. അതായത് ഒരുപാട് വലിഞ്ഞ് ആണ് ലാസ്റ്റ് അത് പൊട്ടിപ്പോകുന്നത്. അങ്ങനെ സംഭവിക്കാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ഏതാണ് എന്ന ചോദ്യം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വെച്ചിട്ട് ഏറ്റവും ബ്രിട്ടിൽ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ്. മറ്റെല്ലാം തന്നെ നല്ല രീതിയിൽ ഡക്റ്റിലിറ്റി ഉള്ളതാണ്. കാസ്റ്റ് അയണിൽ കാർബണിന്റെ അളവ് കുറച്ച് കൂടിയത് കാരണം, അതായത് മൈൽഡ് സ്റ്റീലോ മറ്റ് സ്റ്റീലിന്റെ അതായത് അയണിന്റെ മറ്റ് സാധനങ്ങളെ വെച്ച് അല്ലെങ്കിൽ അലോയ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് അയണിൽ കുറച്ച് കാർബണിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് കാർബണിന്റെ സ്വഭാവമായിട്ടുള്ള ഈ ബ്രിട്ടിൽനെസ് കാസ്റ്റ് അയണിലേക്ക് കയറി വരുന്നത്. കാസ്റ്റ് അയൺ ആണ് ഈ തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ വെച്ച് ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി മാക്സിമം ഡിഫ്ലക്ഷൻ ഡെവലപ്ഡ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് L when subjected to a point load P at its center? ഡിഫ്ലക്ഷൻസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട സ്റ്റാൻഡേർഡ് കേസുകളിൽ ഒന്ന് തന്നെയാണ് ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് പി അറ്റ് സെന്റർ. അപ്പോൾ ഇവിടെ വരുന്ന ഡിഫ്ലക്ഷൻ മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് സെന്ററിലാണ് കിട്ടുക. മാക്സിമം ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു PL³/48 PL. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് വരും. നെക്സ്റ്റ് 26ാമത്തെ ചോദ്യം, വിത്ത് റെസ്പെക്ട് ടു പ്രഷർ മെഷർമെന്റ് which is the correct relation? Atmospheric pressure is equal to gauge pressure plus absolute pressure. Vacuum pressure is equal to atmospheric pressure plus absolute pressure. Absolute pressure is equal to atmospheric pressure plus gauge pressure. Gauge pressure is equal to atmospheric pressure plus absolute pressure. നമ്മൾ FM പ്രഷർ മെഷർമെന്റിലെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. നമുക്കൊരു 0 ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 0 പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നിന്നും നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു പൈപ്പിലെ പ്രഷറിനെയാണ് നമ്മൾ ഡയറക്റ്റ് 0 റെഫറൻസ് ആക്കി വെച്ച് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും മെഷർമെന്റ് നടത്തുന്നത് നമ്മൾ നമ്മുടെ എയറിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് എന്ത് പ്രഷർ മെഷർ ചെയ്താലും അവിടെ എല്ലാം തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിന് ഒരു പ്രഷർ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം മെഷർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പം നമുക്ക് ഡിവൈസ് ഉണ്ടാക്കാനാണെങ്കിലും എല്ലാം എളുപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നും മുകളിലേക്ക് മെഷർ ചെയ്യാനാണ് എളുപ്പം. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ റെഫറൻസ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഗേജ് പ്രഷർ എത്തുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ 0 മുതൽ അബ്സല്യൂട്ട് പ്രഷർ വരെ എത്തണമെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്ന സമയത്താണ്, ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. ആ റിലേഷൻ ആണ് ശരിയായിട്ട് വരുന്നത്. ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ സി ആണ് ഈ പറയുന്ന ഈ പ്രഷർ മെഷർമെന്റിന്റെ കൃത്യമായിട്ടുള്ള റിലേഷൻ കാണിച്ചു തരുന്നത്. അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. Next, what is the relative density of a liquid which weighs 9
Newton per liter when acceleration due to gravity is 9.81 meter per second. കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ്. ആകെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് അറിയേണ്ടത്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഡെൻസിറ്റി ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്തൊരു യൂണിറ്റിലാണ് എന്ന് മാത്രം. 9 ന്യൂട്ടൺ പെർ ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ലിറ്ററിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. ആ കൺവേർഷനായി അറിയേണ്ടതുള്ളൂ. 1000 ലിറ്റേഴ്സ് ആണ് ഒരു മീറ്റർ ക്യൂബ്. അതറിഞ്ഞാൽ മതി. 1000 ലിറ്റേഴ്സിനാണ് ഒരു മീറ്റർ ക്യൂബ്. അങ്ങനെയെങ്കിൽ 9 ന്യൂട്ടൺ പെർ ലിറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 9000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 9 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇത് കിട്ടിയ കാര്യങ്ങൾ എളുപ്പമാണ്. 9 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി. അങ്ങനെയെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 9 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. നമ്മൾ പലപ്പോഴും അത് അപ്രോക്സിമേറ്റ്ലി 10 ആയിട്ട് എടുക്കുന്നെങ്കിൽ പോലും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 9.81 തന്നെ എടുക്കണം. അപ്പോൾ 9 ഡിവൈഡ് ബൈ 9.81 എത്രയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 9 ഡിവൈഡ് ബൈ 9.81 എന്ന് പറയുമ്പോൾ 0.9 അടുത്തൊരു വാല്യൂ ആണ് കിട്ടുക. എന്നാൽ ഓപ്ഷനിൽ 0.9 ഉണ്ട്, 0.917 ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്ന് 9 മറ്റൊന്ന് 9.81 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡെസിമൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എയിലേക്ക് പോകാം. ഇനി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് 0.917 എന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒന്ന് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും വരാൻ സാധ്യത എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. Next question. What is the location of center of pressure of a rectangular vertical plate with 4 mm width and 4 meter width and 6 meter height measured from the free surface of water? ഒരു നോട്ടോടെ ഉണ്ട്. ടോപ്പ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് ഈസ് കോയിൻസൈഡിങ് വിത്ത് ദി ഫ്രീ സർഫസ്. ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. ആൻഡ് പ്ലേറ്റ് നിൽക്കുന്ന രീതി ഇപ്പൊ നോക്കിയാൽ ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ് എങ്കിൽ ടോപ്പ് അതിനോട് ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. 4 മീറ്റർ ആണ് വിഡ്ത്ത്, 6 മീറ്റർ ആണ് ഡെപ്ത്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഹൈറ്റ് നമുക്ക് H' എന്നും, സെൻറ്റർ ഇത് CG ആണ്. സെൻറ്റർ ഓഫ് പ്രഷർ കുറച്ചുകൂടെ താഴെയായിരിക്കും. അതിനെ നമ്മൾ H* എന്നും വിളിക്കുകയാണെങ്കിൽ H* അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. H* ഇസ് ഈക്വൽ ടു IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. ഇനി ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റെക്ടാങ്കിളിന്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ, റെക്ടാങ്കിളിന് ഇങ്ങനെ ഫ്രീ സർഫസ് മുകളിൽ നിൽക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെക്കാറുണ്ട്. H* ഇസ് ഈക്വൽ ടു 2/3H. അതായത് ടോപ്പിൽ നിന്നും മെഷർ ചെയ്യുകയാണെങ്കിൽ 2/3H വരുന്നത്. അത് ഈ ഡാറ്റ എല്ലാം കൊടുക്കുന്ന സമയത്താണത്. IG നമ്മൾ BD³ എന്നും അതുപോലെ ഏരിയക്കൊക്കെ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 2/3H ആണ്. ഇവിടെ ഈ ഇക്വേഷൻ അറിയുമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 2/3H കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. രണ്ടിലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഉത്തരം കിട്ടാൻ പോകുന്ന 2/3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് വരുന്നത്? 6 മീറ്റർ ആണ് ഹൈറ്റ്. 2/3 ഇൻറ്റു 6 അഥവാ 4 മീറ്റർ ആണ് നമുക്ക് സെന്റർ ഓഫ് പ്രഷറിന്റെ ഡെപ്ത് വരുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് വെലോസിറ്റി 15 meter per second hits a moving vertical plate with 5 meter per second. What is the force exerted by the jet if cross-sectional area is 1 centimeter square? ഇവിടെ ഒരു ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ മൂവിങ് പ്ലേറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനും മൂവ്മെന്റ് ഉണ്ട്, വെള്ളത്തിന് സ്പീഡ് ഉണ്ട്. വെള്ളത്തിന്റെ സ്പീഡ് 15 meter per second ആണ്.
പ്ലേറ്റിന്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി മൈനസ് യു ദി ഹോൾ സ്ക്വയർ. റോ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുകയാണ് ഞാൻ. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 10⁻² ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഇൻറ്റു 15 - 5 ദി ഹോൾ സ്ക്വയർ, അഥവാ 1000 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 15 - 5 എന്ന് പറയുന്നത് 10 ആണ്. 10 സ്ക്വയർ. അതായത് ഇവിടെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ 3 ഉം 2 ഉം 5, 10⁵ ഇൻറ്റു 10⁻⁻4 അഥവാ 10 ന്യൂട്ടൺ എന്നാണ് ഫൈനലി നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വരുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അഥവാ ന്യൂട്ടന്റെ ടേംസിലാണ് ഉത്തരം കിട്ടുക. അല്ലെങ്കിൽ 10 ന്യൂട്ടൺ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല യൂണിറ്റുകളിലും തിരിച്ചു മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ഏതൊരു ടർബൈനെയും മറ്റൊരു ഈക്വലന്റ് ടർബൈൻ ആക്കി മാറ്റുന്ന സ്പീഡിനെയാണ് സ്പെസിഫിക് സ്പീഡ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഹെഡിൽ യൂണിറ്റ് പവർ ഡെലിവർ ചെയ്യുന്ന മറ്റൊരു സിമിലർ ടർബൈനെയാണ് നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇക്വേഷൻ ടർബൈൻ ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് സ്പീഡ് NS is equal to N√P divided by H⁵5/4. ഇതാണ് ടർബൈൻ്റെ കേസിൽ. ഇതേപോലെ തന്നെ പമ്പിന്റെ കേസിലാണെങ്കിൽ NS is equal to N√Q. അവിടെ നമ്മൾ പമ്പിൽ നമ്മൾ ഡിസ്ചാർജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുക N√Q divided by H⁵3/4. ഇതാണ് പമ്പിന്റെ കേസ്. അതിൽ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു, ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ 3/4 5/4 മാറി ചോദിച്ചിട്ടുണ്ട്. നമുക്കും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. 31ാമത്തെ ചോദ്യം കാണുകയാണെങ്കിൽ ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ ചോദിച്ച പോലെ ഉണ്ട്. Estimate the specific speed of a centrifugal pump running at 100 RPM working against a head of 1 meter with a flow rate of 100 meter cube per second. അവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമുക്ക് യൂസ് ആയിട്ട് വരുന്നത്. NS അല്ലെങ്കിൽ സ്പെസിഫിക് സ്പീഡ് ഇസ് ഈക്വൽ ടു N√Q divided by H⁵3/4. ഇവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N 100 RPM, റൂട്ട് ഓഫ് ഡിസ്ചാർജ് വീണ്ടും 100 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1⁻3/4. എന്താ ഭാഗ്യത്തിന് 1 ആയതുകൊണ്ട് പിന്നെ നമുക്ക് 3/4 ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്കപ്പോൾ എത്ര കിട്ടുക? 100 × √100 എന്ന് പറയുന്നത് 10 അഥവാ 1000 RPM എന്ന് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. നമുക്ക് വിസ്കോസിറ്റി രണ്ട് രീതിയിലുണ്ട്, കൈനമാറ്റിക്കും ഡൈനാമിക്കും. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. തീർച്ചയായിട്ടും ഡൗട്ടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതിനെ നമ്മൾ സ്റ്റോക്സ് എന്നും പറയാറുണ്ട്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇനി റിലേഷൻ അറിയണമെങ്കിൽ ഈറ്റ is equal to μ/ρ. അതായത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ് നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി. നെക്സ്റ്റ്, as the temperature of a gas increases, its viscosity increases, remains constant, decreases, none of the above. ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് നിറച്ചിരിക്കുകയാണെങ്കിൽ, ഗ്യാസ് മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് വളരെ സ്പീഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാൻ തുടങ്ങും, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം അതിനുള്ളിലേക്ക് എനർജി കിട്ടുകയാണ്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കുകയും പരസ്പരം വോൾസിൽ വന്ന് ബ്രഷ് ചെയ്യുകയും ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യും.
ഇങ്ങനെ ടെമ്പറേച്ചർ ഗ്യാസിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് കാരണം അവിടെ കൂടുതൽ ഇപ്പൊ ഗ്യാസിന്റെ വളരെ നോർമൽ ആയിട്ടുള്ള യൂണിഫോം ഫ്ലോ നഷ്ടപ്പെടും. അങ്ങനെ ഫ്ലോ നഷ്ടപ്പെടുമ്പോൾ യൂണിഫോം ഫ്ലോയിൽ നിന്ന് മാറി കുറെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സൈറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഗ്യാസിന്റെ ഫ്ലോയ്ക്ക് കൂടുതൽ തടസ്സം നേരിടുകയും അങ്ങനെ നമുക്ക് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഫ്ലോയുടെ തടസ്സത്തിനാണല്ലോ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ്സിൽ പക്ഷേ ടെമ്പറേച്ചർ ആഡ് ചെയ്യുമ്പോൾ ലിക്വിഡ്സ് ഇങ്ങനെ ലൈറ്റായി വന്ന് ഫ്ലോ വളരെ ഈസി ആവുകയാണെങ്കിൽ ഗ്യാസിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എനർജി അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കും തോറും അവിടെ എക്സൈറ്റേഷൻ കൂടുകയും ഫ്ലോ കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിസ്കോസിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഇത്തവണ ഗ്യാസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി. For Newtonian fluids like water, the velocity gradient and shear force applied are non-linearly proportional, inversely proportional, linearly proportional, independent. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡുകളെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന ലോ നമുക്ക് ന്യൂട്ടൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അതിന്റെ റിലേഷൻ ഇങ്ങനെയാണ്: ടോ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഇനി അല്ലെങ്കിൽ ടോ പ്രപ്പോർഷണൽ ടു ഡി യു ബൈ ഡി യു. അതായത് ഷിയർ സ്ട്രെസ് ഇസ് പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഷിയർ പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. അതിൽ നിന്നാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഐഡിയയിലേക്കൊക്കെ വരുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ലീനിയർലി പ്രപ്പോർഷണൽ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ്, a draft tube is not essential for the working of propeller turbine, Kaplan turbine, Francis turbine, Pelton turbine. ഇവിടെ നോക്കിയാൽ ഇതിൽ ഓഡ്മാൻ ആയിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും പെൽട്ടൺ ടർബൈൻ തന്നെയാണ്. കാരണം അതെന്താണ്, ഈ പറയുന്ന ആദ്യത്തെ മൂന്നെണ്ണവും റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ പെൽട്ടൺ ടർബൈൻ ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. ഇമ്പൾസ് ടർബൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യൽ പ്രഷർ എനർജിയുടെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഫുള്ളി കൈനറ്റിക് എനർജി കൊണ്ട് മാത്രമാണ് പെൽട്ടൺ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യം വരുന്നില്ല. ഡ്രാഫ്റ്റ് ട്യൂബ് പ്രഷർ എനർജിയെ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല ഇമ്പൾസ് ടർബൈൻ ആകുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ എ വെഞ്ചുറി മീറ്റർ? 0.5 to 0.6, 0.6 to 0.7, 0.7 to 0.8, 0.9 to 1. വെഞ്ചുറി മീറ്ററിലെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും, വെഞ്ചുറി മീറ്റർ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ വെച്ച് കിട്ടുന്നതിന്റെ ഓൾമോസ്റ്റ് സെയിം കിട്ടും. അല്ലെങ്കിൽ വളരെ ഹൈ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 0.9 മുതൽ 1 വരെ, അതായത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടും. സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, തിയറട്ടിക്കൽ ഡിസ്ചാർജ് ടു ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. അപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ് എത്രത്തോളം നന്നാകുന്നു അത്രത്തോളം കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല വാല്യൂ കിട്ടും. നെക്സ്റ്റ്, ഫോർ എ ക്യൂബ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? Center of gravity and center of buoyancy coincide. Center of gravity lies above center of buoyancy. Center of gravity lies below center of buoyancy. എന്താണ് സെന്റർ ഓഫ് ബോയൻസി എന്നുള്ളതെന്ന് അറിഞ്ഞിരുന്ന ഈസിയാണ്. സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ദി സി ജി ഓഫ് ഇമ്മേഴ്സ്ഡ് പോർഷൻ. ഫോർ എക്സാമ്പിൾ, വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെയാണ്. ആൻഡ് നമ്മുടെ സോളിഡ് കുറച്ച് ഭാഗം വെളിയിലും കുറച്ച് ഭാഗം അകത്തുമാണെന്ന് വിചാരിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. എപ്പോഴും ഒരു യൂണിഫോം സോളിഡ് ആകുമ്പോൾ അതിന്റെ കൃത്യ സെന്ററിലായിരിക്കും സി ജി ഉണ്ടാവും. സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ഈ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള പോർഷന്റെ സി ജി എവിടെയാണ്, അവിടെ ആയിരിക്കും സെന്റർ ഓഫ് ബോയൻസി അല്ലെങ്കിൽ ബി ഉണ്ടാവും. അപ്പോൾ ഇതേ ഐഡിയ വെച്ച് വാട്ടർ ലെവൽ ഇങ്ങനെയാണ്. ഫുള്ളി ഇമ്മേഴ്സ് ആയിട്ട് കിടക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ എന്താണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല, ഓക്കെയാണ്. അതേപോലെ തന്നെ എന്താണ്, ഈ ബോഡിയുടെ മുഴുവൻ ഭാഗവും ഇമ്മേഴ്സ് ആയില്ലേ, അപ്പൊ സെന്റർ ഓഫ് ബോയൻസി എവിടെ തന്നെ വരും, ഇവിടെ തന്നെ വരും. അപ്പൊ അതായത് സി ജിയും സെന്റർ ഓഫ് ബോയൻസിയും ഒരേ പോയിന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക ഫുള്ളി ഇമ്മേഴ്സ് ആകുമ്പോൾ.
അല്ലാത്ത പക്ഷം സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലും സെന്റർ ഓഫ് ബോയൻസിലും ചെറിയൊരു വ്യത്യാസം വരും. എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈമും സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് മുകളിൽ നിൽക്കാനായിട്ട് പോകുന്നത്. ഇവിടെ മുഴുവനായിട്ട് ഇമ്മേഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസിയും ഒരു പോയിന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, the type of turbine through which pressure of water is a constant. Pelton turbine, Francis turbine, Kaplan turbine, gas turbine. വീണ്ടും നമ്മൾ അതേ ഐഡിയ തന്നെ ഉപയോഗിക്കുകയാണ്. ഡ്രാഫ്റ്റ് ട്യൂബിൽ ഉപയോഗിച്ചിരുന്ന അതേ ഐഡിയ. ഡ്രാഫ്റ്റ് ട്യൂബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ എല്ലാം തന്നെ ഡ്രാഫ്റ്റ് ട്യൂബ് ഉള്ള സ്ഥലത്തെല്ലാം തന്നെ പ്രഷറിൽ നമ്മൾ വേരിയേഷൻസ് കൊണ്ടുവരും. പ്രഷറിനെ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡ്രാഫ്റ്റ് ട്യൂബ് ഉള്ള അല്ലെങ്കിൽ റിയാക്ഷൻ ടർബൈൻസ്. ഇതൊന്നും ഇല്ലാതെ കോൺസ്റ്റന്റ് പ്രഷറായിട്ട്, അതായത് തീർച്ചും അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? പെൽട്ടൺ ടർബൈൻ ആണ്. ഇവിടെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രഷറിനെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഗുണമൊന്നുമില്ല, അവിടെ മുഴുവനും കൈനറ്റിക് എനർജി വെച്ചാണ് നമ്മൾ പവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷറിനെ പറ്റി ഞാനവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പോരാത്തതിന് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ്, എ കപ്ലാൻ ടർബൈൻ ഈസ് എ റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, ഇമ്പൾസ് ടർബൈൻ, ക്രോസ് ഫ്ലോ ടർബൈൻ. കപ്ലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈനിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ് കപ്ലാൻ ടർബൈൻ. നെക്സ്റ്റ്, ഇൻ ദി ഫോളോയിങ് ലിസ്റ്റ് ഓഫ് പമ്പ് വിച്ച് ഇസ് നോട്ട് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്? വെയിൻ പമ്പ്, ഗിയർ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ലോബ് പമ്പ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും സെൻട്രിഫ്യൂഗൽ പമ്പാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് അല്ലാത്തത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം നമുക്ക്. The ratio of inertia force to surface tension force is called Reynolds number, Euler's number, Mach number, Weber number. ഇവിടെ ഇനേഷ്യ ഫോഴ്സും സർഫസ് ടെൻഷൻ ഫോഴ്സും ആണ്. അത് തീർച്ചയായിട്ടും എന്താണ്? ഓപ്ഷൻ ഡി, വെബർ നമ്പർ ആണ് ഇനേഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ് ആയിട്ട് വരുന്നത്. റെനോൾഡ്സ് നമ്പർ എന്തായിരുന്നു? ഇനേഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണെങ്കിലാണ് റെനോൾഡ്സ് നമ്പർ. ഓയിലേഴ്സ് നമ്പർ ഇനേഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫ്രൂട്ട്സ് നമ്പർ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓയിലേഴ്സ് നമ്പർ എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ടു പ്രഷർ ഫോഴ്സ്. മാക്ക് നമ്പർ എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ടു സൗണ്ട് ഓഫ് മാക്ക് നമ്പർ എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ് ആണ് വരുന്നത്. ഇവിടെ സർഫസ് ടെൻഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനേഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് ശരി ഉത്തരം. For a fluid flow, the Bernoulli's equation is obtained from the conservation of momentum, mass, energy, force. Bernoulli's equation ബേസ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. സോ ഇവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് എനർജി അഥവാ P/ρg പ്ലസ് V²/2g പ്ലസ് h, ഇത് 3 എനർജിയാണ്. P/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി, V²/2g എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, h എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഇതെല്ലാം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. എനർജി ഈസ് ഓൾവേസ് കൺസേർവ്ഡ് എന്നുള്ളതിന് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ് ബെർണോളിസ് ഇക്വേഷൻ. നെക്സ്റ്റ്, എ പിറ്റോട്ട് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക് പ്രഷർ, ഫ്ലോ റേറ്റ്. സോ പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസ് ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് V = √2gh. അതായത് ഇപ്പോൾ ഒരു പൈപ്പിനകത്തേക്ക് ഈ പിറ്റോട്ട് ട്യൂബ് ഇങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് അവിടെ വരുന്ന ഹൈറ്റ് ഓഫ് വാട്ടറും ആ വാട്ടറിനെ അല്ലെങ്കിൽ ഈ ഹൈറ്റ് ബേസ് ചെയ്തുകൊണ്ട് ഈ പൈപ്പിലൂടെ പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളെ പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി കോർ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 51 മുതൽ 100 വരെ ഉള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മുന്നോട്ട് പോവാം. 51st ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC? ഓപ്ഷൻ എ ഡൊമസ്റ്റിക്, ബി മെർച്ചന്റൈൽ, സി ഇൻഡസ്ട്രിയൽ, ഡി സ്റ്റോറേജ്. സോ NBCയുടെ പ്രകാരം നമുക്ക് ബിൽഡിങ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
അതിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ നമുക്ക് അവിടെ ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ജനറലി ഡൊമസ്റ്റിക് ബിൽഡിംഗ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആക്ച്വലി വരുന്നത് റെസിഡൻഷ്യൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. നമുക്ക് അവിടെ ആ പേര് സംഭവം ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണെങ്കിലും NBCയുടെ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള പേരെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും NBCയിൽ ഇല്ലാത്ത ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടേം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ബിൽഡിങ്സ് ആണ്. മറ്റെല്ലാ ബിൽഡിങ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ഉണ്ട്, മെർച്ചന്റൈൽ ബിൽഡിങ്സ് ഉണ്ട്, സ്റ്റോറേജ് ബിൽഡിങ്സ് ഉണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ് നമുക്ക് ഡൊമസ്റ്റിക്കിന് പകരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, the height of a habitable room measured from the surface of the floor to the lowest point of the ceiling shall not be less than. അതായത് മറ്റൊരു രീതിയിൽ മിനിമം ഹൈറ്റ് ഓഫ് ദി റൂം ആണ് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് കാണാം: 2 മീറ്റർ, 2.5 മീറ്റർ, 2.75 മീറ്റർ, 3 മീറ്റർ. എല്ലാവർക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വലിക്കുന്ന ഒരു വാല്യൂ ആണ്. 2.75 മീറ്റർ ആണ് ഒരു റൂമിന്റെ മിനിമം ഹൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. Next question. The covered area of the usable rooms at any floor level, excluding the area of the walls. Plinth area, covered area, carpet area, building area. So, നമുക്ക് യൂസബിൾ ആയിട്ടുള്ള കവേർഡ് ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർപ്പറ്റ് ഏരിയ. ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്ക് കാർപ്പറ്റ് വിരിക്കാൻ സാധിക്കുന്ന ഏരിയ ഏതാണ് എന്നുള്ളതിനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ. സോ നമുക്ക് അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ എന്താണ്? വോൾസിന്റെ സ്ഥലം നമ്മൾ ഒഴിവാക്കും, കാരണം വോൾസിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സർക്കുലേഷൻ ഏരിയാസ് നമ്മൾ ഒഴിവാക്കും, ടോയ്ലറ്റുകൾ നമ്മൾ ഒഴിവാക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ബാക്കി നമുക്കൊരു യൂസബിൾ സ്പേസ് എന്ന് പറയുന്ന ഏരിയനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following step is used for changing the direction of a stair? ഫ്ലൈറ്റ്, നോസിംഗ്, ലാൻഡിംഗ്, വൈൻഡർ. ഇവിടെ സ്റ്റേഴ്സിന്റെ പല പാർട്സ് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് വൈൻഡർ സ്റ്റെപ്സ് അല്ലെങ്കിൽ വൈൻഡർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പും ഇവിടെയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് സ്റ്റെപ്പ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് കയറി അടുത്ത ഒരു ഇൻക്ലൈൻഡ് സ്റ്റെപ്പ്, 2 വൈൻഡേഴ്സിലൂടെ നമുക്ക് ഒരു 90 ഡിഗ്രി തിരിവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. 2-3 വൈൻഡേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന ഇൻക്ലൈൻഡ് സ്റ്റെപ്പുകളെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ടേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളെയാണ്, ഇൻക്ലൈൻഡ് സ്റ്റെപ്പ് അല്ല കേട്ടോ, ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ വൈൻഡർ സ്റ്റെപ്സ് എന്ന് പറയും. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഷാലോ ഫൗണ്ടേഷൻ? മാറ്റ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ, ഓൾ ഓഫ് ദീസ്. ഇവിടെ ഫൗണ്ടേഷന് നമ്മൾ ബേസിക് ആയിട്ട് ഷാലോ എന്നും ഡീപ്പ് എന്നും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ഷാലോയിൽ പെടുന്നതാണ് ഏത്? ഓപ്ഷൻ എ ആണ് ഷാലോ ഫൗണ്ടേഷനിൽ പെടുന്നത്, മാറ്റ് ഫൗണ്ടേഷൻ. ഷാലോയിൽ യൂഷ്വലി വരാറുള്ളത് ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻസ് വരാറുണ്ട്, സ്ട്രിപ്പ് ഫൗണ്ടേഷൻസ് വരാറുണ്ട്, കമ്പൈൻഡ് ഫൗണ്ടേഷൻ വരാറുണ്ട്, അതുപോലെ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ. റാഫ്റ്റ് എന്ന് പറഞ്ഞാലും ശരിയായിരുന്നു. ഈ പൈൽ ഫൗണ്ടേഷനും പിയർ ഫൗണ്ടേഷനും എല്ലാം വളരെ ഡീപ്പ് ഫൗണ്ടേഷൻ, അതായത് അവിടെ ഡെപ്ത് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷനകത്ത് വരുന്ന 2 ഡിഫറെന്റ് ടൈപ്പുകളാണ് ഈ പൈൽ ഫൗണ്ടേഷൻസും പിയർ ഫൗണ്ടേഷൻസ്. നെക്സ്റ്റ്, അയൺ വിത്ത് ലീസ്റ്റ് കാർബൺ കണ്ടന്റ് ഈസ് മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, ഡയറക്റ്റ് റെഡ്യൂസ്ഡ് അയൺ. സോ കാർബൺ കണ്ടന്റിന്റെ അളവിനനുസരിച്ച് നമുക്ക് അയണിന്റെ പല വേരിയൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീലിന്റെ കാർബൺ കണ്ടന്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 0.15 മുതൽ 0.25 വരെയുള്ള ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ അത്യാവശ്യം നല്ല കുറവാണ്. എന്നാൽ ഇതിനേക്കാളും കാർബൺ കണ്ടന്റ് കുറവാണ് റോട്ട് അയൺ ഉള്ളത്. ഇത് <0.1% കാർബൺ മാത്രമുള്ള അയണിനെയാണ് റോട്ട് അയൺ. നമ്മൾ മലയാളത്തിൽ ഇതിനെ ഈ റോട്ട് അയണിനെയാണ് ഉരുക്ക് എന്ന് പറയാറുള്ളത്. അതിന് കാർബൺ കണ്ടന്റ് വളരെ കുറവാണ്. സോ ഇതാണ് ലീസ്റ്റ് കാർബൺ കണ്ടന്റ് ഉള്ള അയണിന്റെ ഒരു വേരിയന്റ്. ഇനി ഈ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളത് ഒരു ചോദ്യത്തിൽ മുന്നേ ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു, കാസ്റ്റ് അയൺ ആണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് വരുന്നത്. നെക്സ്റ്റ്, the preparation of surface of a stone to obtain plain edges or to obtain stones of required size and shape is called as
ബ്ലാസ്റ്റിംഗ് ഓഫ് സ്റ്റോൺ, സീസണിങ് ഓഫ് സ്റ്റോൺ, ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ, ക്വാറിയിങ് ഓഫ് സ്റ്റോൺ. സോ നമുക്ക് സ്റ്റോൺസ് കിട്ടുന്നത് പലപ്പോഴും ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിൽ അല്ലെങ്കിൽ വളരെ റഫ് ആയിട്ടൊക്കെ ആയിരിക്കും. അതിനെ ചെത്തി മിനുക്കുക എന്നുള്ള, മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ. അതായത് നല്ല ഭംഗിയാക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും നമുക്ക് ആവശ്യമുള്ള സ്മൂത്ത്നെസ്സിലും എല്ലാം ഉണ്ടാക്കി, അതായത് അതിനെ ചെത്തി ചെത്തി മിനുക്കി എടുക്കുന്നതിനെയാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. The diameter of longitudinal bar of a column should never be less than 16 mm, 12 mm, 10 mm or 20 mm. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള RCCയിലെ ഒരു ചോദ്യമാണ്. ഉത്തരം 12 mm ആണ്. അതായത് മിനിമം 12 mm ബാർ എങ്കിലും നമ്മൾ കോളത്തിൽ യൂസ് ചെയ്യണം. 12 mm അതിൽ കൂടുതൽ ഉള്ള ബാർ, അതായത് തീരെ ചെറിയ ബാറുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ബീമിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നു, പക്ഷെ കോളത്തിൽ 12 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ബാറുകളെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ്, ഇൻ M20 concrete mix, the numeric 20 represents 7-day compressive strength, 28-day compressive strength, 14-day compressive strength, 7-day tensile strength. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ M20 എന്ന് പറയുന്ന വാക്കിൽ M എന്ന് പറയുന്ന വാക്കിന് മിക്സ് എന്നും 20 എന്ന് പറയുന്ന വാക്കിന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നാണ് കൃത്യമായിട്ടുള്ള പേര്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അറ്റ് 28 days എന്നതാണ് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ. പക്ഷെ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എല്ലാ ഓപ്ഷൻസിലും കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് തൽക്കാലം ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ള ഒരു ടേം ഒഴിവാക്കിയിട്ട് 28 ഡേയ്സിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതായത് എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്നത് 28 ഡേ സ്ട്രെങ്ത്തിലാണ്, അല്ലെങ്കിൽ 28 ഡേയ്സ് കഴിയുമ്പോഴാണ് എല്ലാ ക്യൂബുകളും ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ M20 എന്ന് പറയുന്നതിലെ 20 നമുക്ക് 28 ഡേ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് എടുക്കാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഇവിടെ ഓപ്ഷനിൽ എവിടെയും ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, which Indian standard code is used for ductile detailing of reinforced concrete structures subjected to seismic forces? Option A IS 456, B IS 800, C IS 1893, D IS 13920. ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള, നമുക്കിവിടെ സീസ്മിക് ഫോഴ്സസ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഡക്ടൈൽ ഡീറ്റെയിലിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എർത്ത് അല്ലെങ്കിൽ സീസ്മിക് ഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് കോഡുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഡിസൈൻ കാൽക്കുലേഷൻസ് ആണ്, അതായത് ഡിസൈൻ കാൽക്കുലേഷൻസ് ഫോർ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിങ്സ്. അവിടെ കാൽക്കുലേഷൻസ് കാണിക്കുന്നത് IS 1893 എന്നാൽ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുക. ഡക്ടൈൽ ഡീറ്റെയിലിംഗ് ഫോർ എർത്ത്ക്വേക്ക് ബിൽഡിങ്സ് എന്ന് പറയുന്നത് IS 13920 അല്ലെങ്കിൽ 13920 പറയുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് രണ്ട് ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? ഓപ്ഷൻ D 13920 ആണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. As per IS 399, classification of commercial timbers and their zonal distribution XYZ classification is based on availability, durability, treatability, all of this. So ടിംബറിന്റെ കമേഴ്ഷ്യൽ ക്ലാസിഫിക്കേഷൻ XYZ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അതിന്റെ അവൈലബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. 61st ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ്, the error which occurs while conducting survey from whole to part and part to whole. In whole to part, error is localized, and in part to whole, it is accumulated. Option B same. Option C, in whole to part, error is accumulated, and in part to whole, it is localized. D none of these. So സർവേയിൽ നല്ല പ്രോസസ്സ് ഏതാണ്? സർവേയുടെ പ്രിൻസിപ്പിൾ തന്നെ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ആണ്. സോ ഹോൾ ടു പാർട്ടിന്റെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ടു പാർട്ടിൽ എറർ ഒരിക്കലും പുറത്തേക്ക് പോകില്ല, അല്ലെങ്കിൽ എറർ ഒരിക്കലും മാഗ്നിഫൈ ചെയ്യില്ല. എറർ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും, മിനിമൈസ് അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എവിടെയെങ്കിലും ഒരു എറർ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ എറർ അവിടെ തന്നെ നിൽക്കും, അത് പിന്നീട് മറ്റുള്ള സ്റ്റേഷൻസിലേക്ക് മാഗ്നിഫൈ ചെയ്ത് പോവില്ല.
എന്നാൽ പാർട്ട് ടു ഹോളിന്റെ പ്രശ്നം അതല്ല. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോൾ ചെറിയ സാധനത്തിൽ എന്തെങ്കിലും എറർ പറ്റിയാൽ നമ്മുടെ സർവേ വലുതാകും തോറും ആ എററും മാഗ്നിഫൈ ചെയ്ത് പോകും, അല്ലെങ്കിൽ എറർ അക്യുമുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും പാർട്ട് ടു ഹോൾ ചെയ്യാതെ ഹോൾ ടു പാർട്ട് തന്നെ സർവേയും കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ശരി ഉത്തരം ഏതാണ് വരിക? ഇൻ ഹോൾ ടു പാർട്ട് എറർ ഈസ് ലോക്കലൈസ്ഡ് ആൻഡ് ഇൻ പാർട്ട് ടു ഹോൾ ഇറ്റ് ഈസ് അക്യുമുലേറ്റഡ്, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസിപ്രോക്കൽ ലെവലിംഗ് എലിമിനേറ്റ്സ് ദി എഫക്ട് ഓഫ് ഓപ്ഷൻ എ 1 എറർ ഡ്യൂ ടു എർത്ത് കർവേച്ചർ, error due to atmospheric refraction, mistake in level staff reading, error due to line of collimation. ഇവിടെ ഈ 4 സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് 2 എറേഴ്സും തീർച്ചയായിട്ടും റെസിപ്രോക്കൽ ലെവലിംഗ് വഴി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ കൊളിമേഷൻ എററും നമുക്ക് റെസിപ്രോക്കൽ ലെവലിംഗ് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് റെസിപ്രോക്കൽ ലെവലിംഗ്. പക്ഷെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊരിക്കലും നമുക്ക് റെസിപ്രോക്കൽ ലെവലിംഗ് വഴി തിരുത്താനായിട്ട് സാധിക്കില്ല. സോ ഇവിടെ നമുക്ക് 1, 2 ആൻഡ് 4 ആണ് ശരിയാക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അല്ലെങ്കിൽ റെസിപ്രോക്കൽ ലെവലിംഗ് വഴി കർവേച്ചറിന്റെയും റിഫ്രാക്ഷന്റെയും കൊളിമേഷൻ എററിനെയും ആണ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ്, the type of surveying in which curvature of earth is taken into account is called. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കർവേച്ചർ കൂടെ കൺസിഡർ ചെയ്യുന്ന സർവേയിങ്ങിനെ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ ഡി ജിയോഡറ്റിക് സർവേയിങ് എന്നാണ് പറയുക. കർവേച്ചറിനെ കൺസിഡർ ചെയ്യാത്ത സർവേയിനെയാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which GPS surveying method is used to establish control points? Static method, control method, kinematic method, absolute. സോ ഇനീഷ്യൽ കൺട്രോൾ പോയിന്റുകൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ സ്റ്റാറ്റിക് മെത്തേഡാണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഹൊറിസോണ്ടൽ കൺസ്ട്രക്ഷൻ ജോയിന്റ് ഇൻ കോൺക്രീറ്റ് വാൾസ് ആർ ജനറലി പ്രൊവൈഡഡ് അറ്റ് ഫ്ലോർ ലെവൽ, സോഫിറ്റ് ലെവൽ, വിൻഡോ സിൽ ലെവൽ, ഓൾ ഓഫ് ദി എബോവ്. സോ കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഷന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ കൺസ്ട്രക്ഷൻ നിർത്തി അടുത്ത ദിവസം കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിർത്തി വെക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിന്റുകൾ എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 സ്ഥലത്തും നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിന്റുകൾ കൊടുക്കും, അല്ലെങ്കിൽ ഈ 3 സ്റ്റേജുകളിലായിട്ടാണ് കൺസ്ട്രക്ഷൻ പുരോഗമിക്കുന്നത്. ആദ്യം ഫ്ലോർ ലെവൽ വരെ ചെയ്യും, പിന്നീട് വിൻഡോ സിൽ ലെവൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കും, അതിനുശേഷം പിന്നെ സോഫിറ്റ് ലെവൽ, അതായത് നമ്മുടെ സ്ലാബിന്റെ ബോട്ടം ലെവൽ വരേക്കും നമ്മൾ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ്, റോൾ സ്റ്റീൽ ജോയിസ്റ്റ് മീൻസ് ഓപ്ഷൻ എ റോൾ സ്റ്റീൽ ഐ സെക്ഷൻ, റോൾ സ്റ്റീൽ ചാനൽ സെക്ഷൻ, റോൾ സ്റ്റീൽ ആംഗിൾ സെക്ഷൻ, റോൾ സ്റ്റീൽ ടി സെക്ഷൻ. അതായത് ജോയിസ്റ്റ് എന്നതുകൊണ്ട് എന്ത് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് പല ഷേപ്പുകൾക്ക് പല പേരുകളാണുള്ളത്. ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഷേപ്പുള്ള സെക്ഷനാണ്, ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഷേപ്പാണ്, ടി എന്ന് പറഞ്ഞാൽ ടി ഷേപ്പ് തന്നെ. ആ ഗണത്തിൽ ജോയിസ്റ്റ് അല്ലെങ്കിൽ ബീം എന്നൊക്കെ പറയുന്നത് ഐ ഷേപ്പുള്ള സെക്ഷൻസിനെയാണ് നമ്മൾ ജോയിസ്റ്റ് അല്ലെങ്കിൽ ബീം എന്നൊക്കെ പറയാറ്. അപ്പൊ ഇവിടെ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ആണ് അപ്പോൾ വീണ്ടും ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ്, വൈ ആർ ബ്രിക്സ് സോക്ക്ഡ് ഇൻ വാട്ടർ ബിഫോർ യൂസിങ് ഇൻ ബ്രിക്ക് മേസൺറി? ഫോർ റെഡ്യൂസിങ് എഫ്ലോറസൻസ്, ഫോർ പ്രിവെന്റിംഗ് ഡിപ്ലീഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ദി മോർട്ടർ, ഫോർ റിമൂവിംഗ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, ടു റെഡ്യൂസ് എയർ വോയിഡ്സ്. ഇവിടെ ഏതാണ് ശരി ഉത്തരം വരിക? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ, ഫോർ പ്രിവെന്റിംഗ് ഡിപ്ലീഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ദി മോർട്ടർ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബ്രിക്ക് നനച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉണങ്ങിയ ബ്രിക്കാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. എന്നിട്ട് ബ്രിക്ക് മേസൺറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ മുകളിലേക്ക് മോർട്ടാർ ഇങ്ങനെ ഫില്ല് ചെയ്യും. മോർട്ടാർ ഫില്ല് ചെയ്ത് അടുത്ത ബ്രിക്ക് വെക്കും. ബ്രിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മോർട്ടാർ നമ്മൾ കൃത്യമായിട്ട് ഒരു വാട്ടർ സിമെന്റ് റേഷ്യോയിലൊക്കെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതിലെ കുറേ വെള്ളം നമ്മുടെ ബ്രിക്കിനകത്തേക്ക് കയറും. വെള്ളം മുഴുവൻ ബ്രിക്കിനകത്തേക്ക് കയറിയാൽ നമ്മുടെ ഈ വാട്ടർ സിമെന്റ് റേഷ്യോ ഒക്കെ താളം തെറ്റും, അല്ലെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ തെറ്റിയെന്ന് സംഭവിക്കും. അവിടെ സ്ട്രെങ്ത്തിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കും. വാട്ടർ സിമെന്റ് റേഷ്യോ അല്ലെങ്കിൽ വാട്ടർ നഷ്ടപ്പെട്ട കൃത്യമായിട്ട് ഹൈഡ്രേഷൻ നടക്കാതിരിക്കുകയും അങ്ങനെ സ്ട്രെങ്ത് കിട്ടാതിരിക്കുകയും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ വളരെയധികം വീക്ക് ആവുകയും ചെയ്യും.
ഈ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അറ്റ്ലീസ്റ്റ് ആ മോർട്ടാർ സെറ്റ് ആവുന്നവരെങ്കിലും ഇതിൽ നിന്നും വെള്ളം മോർട്ടാറിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരാവശ്യമില്ലെങ്കിൽ പോലും ബ്രിക്കിനെ ഫുള്ളായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് സോക്ക് ചെയ്തുകൊണ്ട് എടുക്കുന്നത്. അപ്പൊ പിന്നെ വെള്ളം നഷ്ടപ്പെടില്ലല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്, കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ആണത്. അത് നടക്കുന്നത് മോർട്ടാറിൽ നിന്ന് മോയ്സ്ചർ നഷ്ടപ്പെടാതിരിക്കാനാണ്. നെക്സ്റ്റ്, the main objective of compaction of concrete is to provide intimate contact between concrete and embedded materials to remove air voids to increase density of concrete, all of the above. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം കോമ്പാക്ഷന്റെ ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണം, എയർ വോയിഡ്സ് റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നെക്സ്റ്റ്, the process of determining elevations of station from vertical angles and geodetic lengths at mean sea level is known as hypsometry, trigonometric leveling, triangulation, just leveling. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എലിവേഷൻ കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ ആംഗിൾസും ലെങ്ത്തും ഉപയോഗിച്ചുകൊണ്ട് എലിവേഷനിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് ആയിട്ട് എലിവേഷൻ എച്ച് കണ്ടുപിടിക്കാതെ ആംഗിൾ ആൽഫയും ലെങ്ത് എല്ലും ഉപയോഗിച്ചുകൊണ്ട് ടാൻ ആൽഫ എന്നൊക്കെ പറയുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ലെവലിങ്ങിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ ബി, ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എലിവേഷൻസിനെ അല്ലെങ്കിൽ ഹൈറ്റുകളെ കണ്ടുപിടിക്കുന്ന രീതിയാണ് ട്രിഗ്നോമെട്രിക് ലെവലിംഗ്. നെക്സ്റ്റ്, the index frame of a theodolite is dash shaped, T shape, A, U or V. Next question കാണാം. Index frame of theodolite is dash shaped. Index frame ന്റെ ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്, T, A, U, V. സോ ഇൻഡെക്സ് ഫ്രെയിം നമ്മൾ പറയാറുള്ളത് ടി ഫ്രെയിം എന്നാണ്, അഥവാ ടി ഷേപ്പിലാണ് നമുക്ക് ഇൻഡെക്സ് ഫ്രെയിം കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ടി ആണ് ഇൻഡെക്സ് ഫ്രെയിമിന്റെ ഷേപ്പ്. നെക്സ്റ്റ്, the representation of general topography of a very steep terrain is possible only by option A, giving spot levels at large intervals, drawing contours at large intervals, drawing contours at small interval, giving spot levels to salient features at close interval. ഇവിടെ ഒരു സ്റ്റീപ്പ് ടെറൈനും ഒരു നോർമൽ ടെറൈനും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ സ്റ്റീപ്പായിട്ട് മറ്റൊരു സ്ലോപ്പ് ഉണ്ട്. നമ്മളിവിടെ കോണ്ടോർസ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ ചെയ്യുക? ഒരു കോണ്ടോർ എങ്ങനെ പോകും, നെക്സ്റ്റ് കോണ്ടോർ എങ്ങനെ, അടുത്ത കോണ്ടോർ എങ്ങനെ. അത് കോണ്ടോർ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ, കോണ്ടോർ മാപ്പ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിന്റെ പുറത്തുകൂടെ നെക്സ്റ്റ് അടുത്ത കോണ്ടോർ. അപ്പൊ കോണ്ടോർ ഇന്റർവെല്ലിൽ നമ്മൾ കുറച്ച് വലുത് അടുത്തടുത്ത് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ ഇത് 100 ആണെങ്കിൽ ഇത് 99, ഇത് 98 ആയിരിക്കും. അതായത് 1 മീറ്റർ ആണ് നമ്മുടെ ഇവിടെ കോണ്ടോർ ഇന്റർവെൽ എന്ന് വിചാരിക്കും. ഓരോ കോണ്ടോറിന്റെ ഇടയിൽ 1 മീറ്റർ ആണ് കോണ്ടോർ ഇന്റർവെൽ എന്ന് വിചാരിക്കും. ഇനി സെയിം ഐഡിയ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ, അതായത് ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് കോണ്ടോർ വരയ്ക്കുകയാണെന്ന് വിചാരിക്കും. ഫസ്റ്റ് കോണ്ടോർ 100 നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് 99 കിട്ടും. വളരെ സ്റ്റീപ്പായിട്ട് പെട്ടെന്നാണ് ഇത് മാറുന്നത്. 98, ഇവിടെ 97, നമുക്ക് ഇവിടെ 96 എന്ന് കിട്ടും. ഇനി ഇത് മാപ്പിലേക്ക് വരയ്ക്കുകയാണെങ്കിലോ നമുക്ക് വളരെ അടുത്തടുത്തായിട്ട് ഒരുപാട് ലൈൻസ് കാണേണ്ടതായിട്ട് വരും. അപ്പൊ ഈ മാപ്പ്, ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള കോണ്ടോർ എന്ന് പറയുന്നത് റീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് അവിടെ വളരെ ചെറിയ, ഇവിടെ നമുക്ക് സ്മോൾ ഇന്റർവെൽ എടുത്താലും കോണ്ടൂർ മാപ്പുകൾ റീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്മോൾ ഇന്റർവെല്ലാണ് അവിടെ ഏറ്റവും നല്ലതായിരിക്കും. എന്നാൽ സ്റ്റീപ്പ് ടെറൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ ചെറിയ ഇന്റർവെൽസ് എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പർലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് 100 എടുക്കാം. 100 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 97 എടുക്കാം, അതിനുശേഷം 95 എടുക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ റീഡബിൾ ആയിട്ടുള്ള ഒരു മാപ്പ് കിട്ടും. എന്നാൽ നമ്മുടെ ഇന്റർവെല്ല് അതിനനുസരിച്ച് വലുതാക്കുകയാണ് വേണ്ടത്. സ്റ്റീപ്നെസ് കൂടുന്തോറും ഇന്റർവെൽസ് നമ്മൾ വലുതാക്കിയില്ലെങ്കിൽ മാപ്പ് വളരെ കൺജസ്റ്റഡ് ആയി പോവുകയും അത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക്
കോണ്ടൂർ സെറ്റ് ലാർജ് ഇന്റർവെല്ലും ഉണ്ട്, സ്മോൾ ഇന്റർവെല്ലും. അപ്പോൾ ഏതെടുക്കണം? കോണ്ടൂർ സെറ്റ് ലാർജ് ഇന്റർവെല്ലാണ് നമുക്ക് വളരെ സ്റ്റീപ്പ് ടെറൈൻ ആവുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ മാപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ്, the grade of vertical curve can be expressed in terms of percentage ratio both A and B or none of the above. So vertical curve നമുക്ക് ആ റേഷ്യോയിൽ, അതായത് 1:n എന്നും പറയാറുണ്ട്, എന്നാൽ 4%, 5% എന്ന് പറഞ്ഞ പെർസെൻറ്റേജിലും പറയാറുണ്ട്. സോ രണ്ട് രീതിയിലും നമുക്ക് കേർവ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, RCC എന്നൊരു ചോദ്യമാണ്. What is the value of compressive force obtained from the stress block given in IS 456-2000 for an RCC beam of FCK 20 Newton per mm square, XU is equal to 200 mm and width of the beam is 300 mm. So ഇവിടെ IS 456 സ്ട്രെസ് ബ്ലോക്ക് എങ്ങനെയാണ് എന്ന് അറിയണം. IS 456 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പ്രകാരമാണ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ബ്ലോക്കിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെക്ടാങ്കുലർ പാരബോളിക് ഷേപ്പാണ്. 0.45 FCK ആണ്. ഈ സ്ട്രെസ്സിന്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഏരിയ തന്നെയാണ് കംപ്രസീവ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ട്രെസ് ഡയഗ്രാം ആണ് കംപ്രസീവ് ഫോഴ്സ്. ഏരിയ ഓഫ് സ്ട്രെസ് ഡയഗ്രാം കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടും കണ്ടുപിടിക്കാവുന്നതാണ്. ഈ റെക്ടാങ്കിളും പാരബോളയുടെയും കമ്പൈൻഡ് ഏരിയ ആണ് നമുക്ക് വരാൻ പോകുന്നത്. 0.36 FCK XU ഇൻറ്റു B എന്നതാണ് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. കോഡിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അതിലേക്ക് നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0.36 ഇൻറ്റു FCK 20 ആണ്, ഇൻറ്റു XU 200 ഇൻറ്റു B 300 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു 200ഉം 36 എടുക്കാം. അപ്പോൾ 36 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 4 ഇൻറ്റു 3 12, 36 ഇൻറ്റു 12 ഇൻറ്റു 10⁻3. 36 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 432 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ എന്ന് കിട്ടും, അഥവാ 432 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിയാൽ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ എ 432 കിലോ ന്യൂട്ടൺ കൃത്യമായിട്ട് ഓപ്ഷൻ എയിൽ കിടക്കുന്നത്. നെക്സ്റ്റ്, the limiting value of depth of neutral axis based on assumptions given in IS 456 for grade FE 250 steel is 0.48D, 0.46D, 0.53D, 0.34D. ഇതും കോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സ്, അതായത് XU max ബൈ D എന്ന് പറയുന്ന വാല്യൂവിനാണ് കോഡിൽ ഓരോ ലിമിറ്റുകൾ പറയുന്നത്. അത് FE 250 ആയിരുന്നെങ്കിൽ 0.53 ആയിരുന്നു, FE 415 ആയിരുന്നെങ്കിൽ 0.48ഉം, FE 500 ആണെങ്കിൽ അത് 0.46ഉമാണ്. അതിനർത്ഥം XU max എന്തായിരിക്കും? XU max is equal to 0.46 ഇൻറ്റു D. ഇത് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ്, as per IS 456, the span to effective depth ratio of a continuous slab of shorter span up to 3.5 meter with mild steel reinforcement and loading class up to 3 kilonewton per mm square is 35, 45, 50 or 40. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. കിലോന്യൂട്ടൺ പെർ MM സ്ക്വയർ അല്ല, കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു വേണ്ടിയിരുന്നത്. എന്താണെങ്കിലും ഇത് സ്പാൻ ടു ഡെപ്ത് അല്ലെങ്കിൽ L/D റേഷ്യോ ഫോർ കണ്ടിന്യൂസ് സ്ലാബ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് 2-വേ സ്ലാബിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാൽ ഓപ്ഷൻസ് കാണുന്ന സമയത്ത് L/D റേഷ്യോ ഫോർ 2-വേ സ്ലാബ്, 2-വേ സ്ലാബിന്റെ കേസിലാണ് നമുക്ക് ഈ 3.5 മീറ്ററിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ലോഡിംഗ് ക്ലാസിനെയൊക്കെ പറ്റി പറയുന്നത്. 2-വേ സ്ലാബ് ആകുമ്പോൾ രണ്ട് കണ്ടീഷനുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 35ഉം കണ്ടിന്യൂസ് സ്ലാബുകളാണെങ്കിൽ 40യുമാണ് നമ്മുടെ കോഡിൽ പറയുന്ന രണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള L/D അല്ലെങ്കിൽ ലെങ്ത് ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് ലഭിക്കുക. നെക്സ്റ്റ്, the live load for design of staircase for public building is to be taken as per IS 875 is 3 kilonewton per mm square. ഇവിടെയും ഓപ്ഷൻസിൽ എല്ലാത്തിലും മീറ്റർ സ്ക്വയർ ആണ്, MM എന്നാണ് കൊടുത്തിരിക്കുന്നത്.
3 kilonewton per meter square, 2 kilonewton, 5 or 6 kilonewton. So IS 875 പാർട്ട് 2-ലാണ് നമുക്ക് ലൈവ് ലോഡുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. ആ പാർട്ട് 2-ൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 kilonewton per meter square ആണ് സ്റ്റെയർ കേസിന് നമ്മൾ കൊടുക്കേണ്ട ലൈവ് ലോഡ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. A test is done to assess the quality of concrete by ultrasonic pulse velocity method as per IS 13311. The pulse velocity by cross probing is 4 km per second, which is the quality of concrete grading: poor, doubtful, excellent, good. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് കാണേണ്ടി വരും. കാരണം നമുക്ക് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് NDT എന്ന് പറയുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ പല ടെസ്റ്റിങ്ങുകളുണ്ട്. അതിനെല്ലാം തന്നെ കോഡുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ കോഡുകളൊന്നും ഈവൻ നമ്മുടെ BTechന്റെ A ലെവൽ എക്സാംസിന് പോലും ഇതിൽ തിയറി മാത്രമാണ് പഠിച്ചിട്ട് പോകുന്നത്. എന്നാൽ ഇത്തവണ ഇതിൽ കോഡിലെ ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരും എഴുതരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കോഡിൽ വാല്യൂ ഉണ്ട്. കോഡിന്റെ ഒരു ടേബിൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ 3.5 to 4.5 സ്പീഡ്, അത് km/s സ്പീഡ് ആണെങ്കിൽ ഗുഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കോൺക്രീറ്റിനെ പെടുത്താവുന്നത്. ഇവിടെ 4 km/s ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഗുഡിലേക്കാണ് വരുന്നത്. എന്നാൽ ഇത് പഠിച്ചിരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് മുന്നേ റെഫർ ചെയ്യുക എന്നുള്ളത് ഇതുവരെ അങ്ങനെ എവിടെയും ചോദിച്ചു കണ്ടിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മുടെ BTechന്റെ സിലബസിൽ നമ്മൾ കാര്യമായിട്ട് ഉൾപ്പെടുത്താത്ത ഒരു ഭാഗമാണ്. അപ്പം ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ എക്സാംസിന് തീർച്ചയായിട്ടും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം എന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കാവുന്നത്. നെക്സ്റ്റ്, which of the following load combination is used for limit state design of reinforced concrete structure under ultimate limit state? ലിമിറ്റ് സ്റ്റേറ്റിന്റെ പല ലോഡ് കോമ്പിനേഷനിൽ ഏതാണ് ശരിയായ കോമ്പിനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 1 times dead load plus live load, B 1.5 times dead load plus live load, C 1 times dead load plus 1.5 live load, 0.9 dead load plus 1 times live load. ഇവിടെ അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫെയിലിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെയിലിയറിൽ വരുന്ന ലിമിറ്റ് സ്റ്റേറ്റ് ഓപ്ഷൻ B ആണ്, 1.5 times dead load plus 1.5 times live load. ഓപ്ഷൻ എയും ഡിയും ലിമിറ്റ് സ്റ്റേറ്റുകൾ തന്നെയാണ്, പക്ഷെ അത് രണ്ടും സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റുകളാണ്. ഇതാണ് അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്, ഇത് സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റുകളാണ്. ഇതും സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റുകളാണ്. നെക്സ്റ്റ്, ദി വാല്യൂ ഓഫ് സ്ട്രെയിൻ ഫോർ ടെൻഷൻ സ്റ്റീൽ ഫോർ എ സ്റ്റീൽ റോഡ് ഓഫ് FY 500 MPa ആൻഡ് E, അതായത് മോഡുലസ് വെലോസിറ്റി is 2 × 10⁵. ഇവിടെ ടെൻഷൻ സ്റ്റീല്, ഇത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിലുള്ള ടെൻഷൻ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇൻ സ്റ്റീൽ അല്ലെങ്കിൽ എപ്സിലോൺ S is equal to ലിമിറ്റ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് പഠിക്കാറുണ്ട് 0.002 plus 0.87 FY/E എന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 0.002 plus 0.87 into 500 divided by 2 into 10⁵. ഇത് 2.87 ക്യാൻസൽ ചെയ്താൽ 0.435 എന്ന് കിട്ടും. 0.435 into 500 divided by 10⁵ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 0.00417 എന്നാണ് കൃത്യമായിട്ട് ആൻസർ കിട്ടുക. അപ്പൊ അതിനൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.0042 എന്ന ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ശരി ഉത്തരമായിട്ട് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 0.0035 ആണ് കോൺക്രീറ്റിന്റെ വാല്യൂ. അതായിരുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാമായിരുന്നു. എന്നാൽ സ്റ്റീലിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഇക്വേഷൻ ആണ് വരുന്നത്. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് ദാറ്റ് ഇസ് ഹാവിംഗ് മാക്സിമം വോയിഡ് റേഷ്യോ ഈസ് റൗണ്ടഡ്, ഫ്ലേക്കി, ഇറഗുലർ, ആംഗുലർ. ഇവിടെ ഏറ്റവും കൂടുതൽ വോയിഡ് റേഷ്യോ നമുക്ക് ലഭിക്കുന്നത് ഓപ്ഷൻ ഡി, ആംഗുലാർ അഗ്രിഗേറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ വോയിഡ് റേഷ്യോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ലീസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഗ്രിഗേറ്റുകളായിട്ട് മാറുന്നത്. നെക്സ്റ്റ്, ആസ് പെർ IS 283, ദി അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ഷാൽ നോട്ട് എക്സീഡ് 45% ഫോർ അഗ്രിഗേറ്റ്സ് used in concrete in wearing course and 30% for concrete other than wearing course, 35% for
wearing course and 45% for other than wearing course. 30% in wearing course and 45% for concrete other than wearing course. 30% for wearing course and 40% for other than wearing course. So basically, wearing course ഇന്റെയും മറ്റ് വർക്കുകളുടെയും ഇഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മെറ്റീരിയൽ ഹൈവേ മെറ്റീരിയൽസിന്റെ കൂടുതൽ പഠിക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 30% ഫോർ വിയറിംഗ് കോഴ്സ്. അതുപോലെ മറ്റെല്ലാ ടൈപ്പ് കോഴ്സുകൾക്കും 45%. മറ്റ് ലെയറുകൾക്ക് 45%. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, the suggest a range of slump value for pumpable concrete 50 to 100, 75 to 100, 25 to 75, 100 to 150. So slump values കോൺക്രീറ്റ് പമ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 75 to 100 mm വരെയാണ് കോൺക്രീറ്റിന്റെ സ്ലംബ് വാല്യൂസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് സ്ലംബ് വാല്യൂസ് എന്ന് പറയും. നെക്സ്റ്റ്, which are the IS code provides specification for grade 53 OPC cement? IS 8112, IS 8041, IS 12269, IS 1489. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഗ്രേഡ് 53 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. IS 12269 1987 ആണ് ഗ്രേഡ് 53യുടെ IS കോഡ്. നെക്സ്റ്റ്, which of the following statement is correct about Pozzolana Portland cement? Long-term strength of PPC is less and it has reduced heat hydration. Long-term strength of PPC is more and it has enhanced heat hydration and permeability. Long strength of PPC is more and it has reduced heat hydration and permeability. Long-term strength of PPC is less and it has reduced heat hydration and enhanced permeability. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PPC നമ്മൾ ഉപയോഗിക്കാൻ കാരണം തന്നെ അതിന് ഹീറ്റ് ഹൈഡ്രേഷനും പെർമിയബിലിറ്റിയും കുറവാണ്. അതിലേക്ക് നമുക്ക് പൊസലോന പോലെയുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഹീറ്റ് ഹൈഡ്രേഷൻ കുറവാണ്. ആൻഡ് ഒന്നുകൂടെ അതിന്റെ സ്ട്രെങ്ത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലോങ് ടേം സ്ട്രെങ്ത്, ഷോർട്ട് ടേം സ്ട്രെങ്ത്തിൽ നമുക്ക് വലിയ എൻഹാൻസ്മെന്റ് ഇല്ലെങ്കിലും ലോങ് ടേം സ്ട്രെങ്ത്തിൽ ചെറിയ ഒരു എൻഹാൻസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഹീറ്റ് ഹൈഡ്രേഷൻ കുറയ്ക്കാനും സാധിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. Next, the water quantity to be added for compressive strength test. Yes, P എന്ന് പറയുന്ന P is the percentage of water required for normal consistency. എങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ P3 plus 4%, P4 plus 2%, P4 plus 3%, P2 plus 3%. ഇവിടെ ആക്ച്വലി വീണ്ടും PSCക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരു ഡിവിഷൻ സൈൻ, ആക്ച്വലി P/3 P/4 ഇവിടെ എല്ലാം ഒരു ഡിവിഷൻ സൈൻ മിസ്സായിട്ടുണ്ട് പ്രിന്റിൽ വന്ന സമയത്ത്. അത് PSCയുടെ തന്നെ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനാണ് സാധ്യത. ആ ഡിവിഷൻ സൈൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ്. അതായത് P/4 plus 3% ആണ് നമ്മളെ കംപ്രസീവ് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നോർമൽ കൺസിസ്റ്റൻസി കണ്ടുപിടിച്ചതിൽ നിന്നും വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് P/4 plus 3% ആണ്. എന്നാൽ ഓപ്ഷൻസിൽ അവർ ആ ഡിവിഷൻ സൈൻ മിസ്സാക്കിയത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകാനാണ് സാധ്യത. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സബ്മിറ്റഡ് ഫോർ എ വർക്ക് 2% കോൺട്രാക്ട് വാല്യൂ, 5%, 10%, നൺ ഓഫ് ദി എബവ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ടോട്ടൽ കോൺട്രാക്ട് വാല്യൂവിന്റെ 10% ആയിട്ടാണ് എടുക്കുന്നത്. ഈ സെക്യൂരിറ്റി വാല്യൂവിൽ നമ്മുടെ 2% EMDയും ബാക്കി 8% സെക്യൂരിറ്റിയുമാണ് വരിക. അങ്ങനെയാണ് നമുക്ക് ടോട്ടലി 10% കോൺട്രാക്ട് വാല്യൂവിലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇൻ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് ക്രാഷിംഗ് ഓഫ് ആക്ടിവിറ്റി അലോങ് ദ ക്രിട്ടിക്കൽ പാത്ത് using critical path method is starting with the activity having shortest duration, least cost slope, longest duration, highest cost slope. So crashing എന്ന് പറയുന്നത് കൂടുതൽ പണം ചെലവാക്കിക്കൊണ്ട് സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? ഏറ്റവും കുറവ് പൈസ ചെലവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ടൈം സേവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് സ്ലോപ്പ് എന്താണെന്ന് അറിയണം. കോസ്റ്റ് സ്ലോപ്പ് ഈസ് ദി മണി റിക്വയർഡ്
to reduce a unit time. Money required to reduce a unit time ആണ് കോസ്റ്റ് സ്ലോപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാഴ്ച മുന്നേ വർക്ക് തീർക്കണമെങ്കിൽ നമ്മൾ എത്ര പൈസ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ രണ്ട് ആക്ടിവിറ്റി ഉണ്ട്, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്, ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ ഒരാഴ്ച നമുക്ക് ടൈം കുറയ്ക്കണമെങ്കിൽ നമുക്ക് 500 rupees പെർ വീക്ക് ആണെന്ന് വിചാരിക്കും. 500 rupees പെർ വീക്ക് ആണ്. ബി എന്ന് പറയുന്നതിന് 300 rupees പെർ വീക്ക് ആണ് കോസ്റ്റ് സ്ലോപ്പ് എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരാഴ്ച കുറയ്ക്കണമെങ്കിൽ എനിക്ക് ഏത് ക്രാഷ് ചെയ്യുന്നതാണ് നല്ലത്? ബി ക്രാഷ് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം അപ്പൊ എനിക്ക് 300 രൂപ അവിടെ ചെലവാക്കിയാൽ എനിക്ക് ഒരാഴ്ച സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി ക്രാഷ് ചെയ്യണമെങ്കിൽ എനിക്ക് 500 രൂപ കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. അങ്ങനെയാണ് നമുക്ക് എമൗണ്ടും സേവ് ചെയ്യാം, ടൈമും സേവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The expected time of an activity having optimistic, pessimistic and most likely time as 1, 3 and 8 days. സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഓപ്ഷൻസ് 6, 3.5, 18 and 10.5 ആണ്. ഇക്വേഷൻ ഇത്രയുള്ളൂ, സിമ്പിൾ ആണ്. TE is equal expected time is equal to TO plus 4 times T most likely plus T pessimistic divided by 6. അഥവാ 1 plus 4 times 8. ഇവിടെ ഓർഡർ എങ്ങനെയാണ് കിടക്കുന്നത് നോക്കാം. അതേ ഓർഡറിൽ തന്നെ എഴുതി പോരുത്. ഇവിടെ ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആണ്. ഇക്വേഷൻ ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക് ആണ്. തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 1 plus 4 times 8 പ്ലസ് ഇവിടെ തന്നിരിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഒപ്റ്റിമിസ്റ്റിക് ആണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്, അത് 1 ആണ്. പെസിമിസ്റ്റിക് ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പൊ ഇവിടെ അവരുടെ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. തന്നിരിക്കുന്ന ടേംസ് ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി എന്നാണ്. പക്ഷെ തന്നിരിക്കുന്ന വാല്യൂസ് കണ്ടത് വെച്ചിട്ട് ഇത് തിരിച്ചാണ്. അതായത് ഇത് 1 എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക്കും 3 എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലിയും അതുപോലെ 8 എന്ന് പറയുന്നത് പെസിമിസ്റ്റിക്കും ആവാനാണ് സാധ്യത. കാരണം പെസിമിസ്റ്റിക് ആണല്ലോ ഏറ്റവും ടൈം എടുത്ത് അല്ലെങ്കിൽ ഏറ്റവും മോശം സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് തീരുന്ന ഒരു രീതിയാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ 1 plus 12 plus 8 divided by 6. So 21/6. അതിൽ നിന്ന് 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7/2 അല്ലെങ്കിൽ 3.5 ഡേയ്സ് എന്ന് കിട്ടും. സോ അതൊന്ന് ലോജിക്കലി ആലോചിക്കുക. തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് 1ഉം പെസിമിസ്റ്റിക് 3ഉം മോസ്റ്റ് ലൈക്ലി 8ഉമായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും ആലോചിക്കുക. പെസിമിസ്റ്റിക് ആയിരിക്കണം ഏറ്റവും വലിയ വാല്യൂ വരേണ്ടത്, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം ഏറ്റവും ചെറിയ വാല്യൂ വരേണ്ടത്. ഇതിനിടയിലായിരിക്കണം മോസ്റ്റ് ലൈക്ലി ടൈം വരാൻ. ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, the type of contract which is usually followed by railway department for construction is lump sum, percentage rate, item rate, piece work. റെയിൽവേ എന്ന് മാത്രമല്ല ഏതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും എത്രത്തോളം സ്ട്രിക്റ്റ് ആക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അത്രത്തോളം സ്ട്രിക്റ്റ് ആക്കി എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ ഏറ്റവും നല്ല കോൺട്രാക്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലെ ഐറ്റം റേറ്റ് കോൺട്രാക്റ്റുകളാണ്. നമ്മളത് കോൺട്രാക്റ്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐറ്റം റേറ്റ് ആണ് ഏറ്റവും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റ എടുത്ത് കൊടുക്കുന്ന രീതിയിലുള്ള കോൺട്രാക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. The type of tender system preferred in a work of highly technical nature in which accuracy is more important than the cost of work is open tender, limited tender, negotiated tender, single tender. സോ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഏറ്റവും കുറവ് പൈസ ടെൻഡർ കൊടുക്കുന്നത്, ഏറ്റവും കുറവ് പൈസക്ക് വർക്ക് ചെയ്യാം എന്ന് പറയുന്നവർക്ക് പൈസ, അതായത് നമ്മൾ വർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഏറ്റവും കുറവ് പൈസക്ക് ചെയ്യുന്ന ആൾക്കാരെക്കാളും നല്ലത് നല്ല വർക്ക് അറിയാവുന്ന ആൾക്കാർ, അതായത് പൈസ കുറച്ച് കൂടിയാലും നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെയുള്ള ടെൻഡറുകളാണെങ്കിൽ നമ്മൾ അവിടെ ഓപ്പൺ ടെൻഡറോ അല്ലെങ്കിൽ നോർമൽ ടെൻഡർ പ്രൊസീജിയറിലേക്ക് പോയില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്ന് നമ്മുടെ ക്ലയന്റിന് തന്നെ ഉറപ്പുള്ള വളരെ കുറച്ച് പേർക്ക് മാത്രം ടെൻഡർ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ലിമിറ്റഡ് ടെൻഡർ എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട്
ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരുപാട് പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള അതായത് ടെക്നിക്കലി അവർ നല്ല ഫങ്ഷണൽ ആണ്, അല്ലെങ്കിൽ ടെക്നിക്കലി അവർ നല്ല എക്സലന്റ് ആണ് എന്ന് തെളിയിച്ച ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടെൻഡറിങ് പ്രോസസ് ആണ് അവിടെ നടക്കുക. അതിനെയാണ് നമ്മൾ ലിമിറ്റഡ് ടെൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർ ഒബ്റ്റൈനിങ് എൻവയോൺമെന്റൽ ലീഡ് ഫോർ സാൻഡി ട്രാക്സ് ദ ലീഡ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ. ലീഡ് എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ അതിന്റെ ലൊക്കേഷനിൽ നിന്ന് എടുത്തു കൊണ്ടുവരാനുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. അത് സാൻഡി ട്രാക്കിലാണെങ്കിൽ നമ്മൾ 1.4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ ഡി 1.4. നെക്സ്റ്റ്, ഇൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ പർച്ചേസ് എസ്റ്റാബ്ലിഷ്മെന്റ് സ്പെസിഫിക്കേഷൻ യൂണിറ്റ് റേറ്റ് ഓഫ് ഐറ്റംസ് ഓൾ ഓഫ് ദി എബവ്. കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വാങ്ങിക്കുകയല്ല ചെയ്യുക. അവരുടെ എല്ലാ യൂണിറ്റ് റേറ്റുകളിലും ആ കോൺട്രാക്ടറിന്റെ ഒരു ചെറിയ ശതമാനം പ്രോഫിറ്റ് എല്ലാ റേറ്റിലും, അതായത് നമ്മുടെ മെറ്റീരിയൽസിലും ലേബറിലും എല്ലാ സാധനത്തിലും ഒരു കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ്, അങ്ങനെ വളരെ ചെറിയ 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 കുറെ പ്രോഫിറ്റുകൾ കൂടിയിട്ടാണ് നമുക്ക് ഫൈനലി കോൺട്രാക്ടർക്ക് 10% പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ യൂണിറ്റ് റേറ്റിലും കോൺട്രാക്ടറിന്റെ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ശതമാനം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, interfering float is the difference between total float and free float, total float and independent float, free float and independent float, none of the above. നമുക്കറിയാവുന്നതാണ് ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോട്ടിൽ നിന്നും ഫ്രീ ഫ്ലോട്ട് മൈനസ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ആ ടൈമിനെയാണ് നമ്മളെ ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. Depreciation of a property is equal to annual sinking plus interest on the fund for that year is applicable in, അല്ലെങ്കിൽ ആനുവൽ സിങ്കിങ് ഫണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ എന്താണ് പറയുന്നത്, ആ പേരെന്താണെന്നാണ് പറയുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്, ഓൾ ഓഫ് ദി അബവ്. അതിൽ ക്വാണ്ടിറ്റി സർവേ നമുക്ക് ഒഴിവാക്കി കളയാം. സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ബേസിക്കലി സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്ഷൻ ബി സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് ആൻസർ. നെക്സ്റ്റ്, the present value of interest in a property having annual income 100 rupees for a year calculated at 10% is. So ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഡാറ്റ മിസ്സിംഗ് ആണ്. ഇതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ കുറച്ച് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കാൽക്കുലേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. മോസ്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനാണ്, ഡാറ്റ ഇൻസഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്ത് പോകാനാണ് സാധ്യത ഉള്ളത്. Next, for concreting, no deduction shall be made for end of the beam, post girders, purlins up to 500 square meters in cross section, opening up to 0.1 meter square, volumes occupied by reinforcement, all of the above. ഇവിടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിക്കും നമ്മൾ ഡിഡക്ഷൻ കൊടുക്കുന്നില്ല. ഇവിടെ അവർക്ക് ഡാറ്റ എഴുതിയതിൽ വീണ്ടും ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 500 സ്ക്വയർ മീറ്റർ അല്ല 0.5 സ്ക്വയർ മീറ്റർ ആയിരുന്നെങ്കിൽ അത് ശരിയാകുമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ ബിയും സിയും ശരിയായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓൾ ഓഫ് ദി എബവ് പോകുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചതാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകുന്നതാണ് സേഫ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, the unit of measurement for laying bearing course including consolidation in pavement construction is cubic meter, square meter, cubic meter per meter depth, meter. So bearing course നമ്മൾ യൂഷ്വലി മീറ്റർ സ്ക്വയറിലാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ഇനി അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്, ഇത് കോൺക്രീറ്റ് വെയറിംഗ് കോഴ്സ് ആണെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലേക്ക് പോകും. എന്നാൽ ഇവിടെ കൺസോളിഡേഷൻ ഇൻ പേയ്മെന്റ് കൺസ്ട്രക്ഷൻ എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് മോസ്റ്റ്ലി അത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് തന്നെ ആവാനാണ് സാധ്യത എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് സ്ക്വയർ മീറ്ററിലേക്ക് പോകാം. ഇത് നമുക്ക് PSCയുടെ ആൻസർ കീക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. മീറ്റർ ക്യൂബും വരാൻ സാധ്യതയുണ്ട്, മീറ്റർ സ്ക്വയറും വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് ആ മെറ്റീരിയൽ എന്ന് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ്, the estimate prepared for valuation of a property is preliminary estimate, detailed estimate, approximate quantity method estimate, cubic rate. ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസ്, അതായത് നമുക്ക് അവിടെ ഒരു രീതിയിലുള്ള അപ്രോക്സിമേറ്റ് മെത്തേഡ്സിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ വാല്യുവേഷൻ നടത്തുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the property due to its size, shape and location fetches more value than it is known as
ബുക്ക് വാല്യൂ, പൊട്ടൻഷ്യൽ വാല്യൂ, അക്കോമഡേഷൻ വാല്യൂ, മോണോപ്പൊളി വാല്യൂ. സോ അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ കൊണ്ടും അതിൻ്റെ ആ ഒരു അതിൻ്റെ ചുറ്റും കിടക്കുന്ന ഫീച്ചേഴ്സ് കൊണ്ടും എല്ലാം അതിനെ കുറച്ച് ആവശ്യത്തിലധികം വാല്യൂ കിട്ടുന്നതിനെയാണ് നമ്മൾ മോണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി, മോണോപ്പൊളി വാല്യൂ ആണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്വസ്റ്റ്യൻസിലെ കൺഫ്യൂഷൻസ് എല്ലാം എല്ലാവർക്കും തീർന്നു എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ പ്രോബ്ലംസ് എല്ലാം ഇനിയും ഇതിൽ നിന്ന് മിസ്സായ പോർഷൻസ് ഒക്കെ നമുക്ക് ഇനി അടുത്ത എക്സാമിനേഷന് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.